പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബ്രദർ ബാബു വർഗീസ് അവറുകളാണ്. പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുമല്ലോ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബാബു വർഗീസ് അവറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ ബ്രദറെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ്. ഓക്കെ. വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് പരിചയപ്പെടുത്താമോ? ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും എൻ്റെ മകന്റെ ഭാര്യയും, ഞങ്ങൾ 4 പേരാണ്. ഓക്കെ ഓക്കെ. ബ്രദറിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കുന്നുള്ള സമയമാണ്. കർത്താവ് സഹായി സംസാരിക്കാം. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകന്റെ ഭാര്യ, ഞങ്ങൾ 4 പേരുമായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നു. ആരോമ ടി വിയുടെ പാസ്റ്റർ ഡാനിയൽ ജോണിനും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാലമൊന്നും അല്ലായിരുന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എൻ്റെ അമ്മയ്ക്ക് 6 ആണുങ്ങളായിരുന്നു. അതിൽ 3 പേര് മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ 3 പേരാണ് ജീവിച്ചിരിപ്പുള്ളൂ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ അപ്പച്ചൻ അതായത് ഇവിടുന്ന് സ്ഥലം വിറ്റ് ഹൈറേഞ്ചിലേക്ക് കുടികേറി. അപ്പോ എനിക്ക് ആ സമയത്ത് എൻ്റെ അപ്പച്ചന് നല്ല മദ്യപാനിയായിരുന്നു. മദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചന് മദ്യം മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു കാലമായിരുന്നു. മദ്യം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് വേണേലും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഭൂമിയെല്ലാം വിറ്റ് അങ്ങനെ മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ആ സ്വഭാവമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ മൂത്ത ചേട്ടന് ഒരു 18-20 വയസ്സുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അപ്പച്ചനും ചേട്ടനുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം അങ്ങനെ അപ്പച്ചന്റെ മദ്യപാനം കാരണം ചേട്ടൻ നാട് വിട്ടു പോകാൻ ഇടയായി. പിന്നെ 2ാമത്തെ ചേട്ടൻ, ആ ചേട്ടൻ കുറച്ചു കാലമൊക്കെ അത്യാവശ്യം ചെറിയ പണിയൊക്കെ പോവായിരുന്നു. എന്നാലും ആൾ ചെറുപ്പമായിരുന്നു. എങ്കിലും പണികളൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മദ്യത്തിന് കുറച്ച് മദ്യം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 2ാമത്തെ ചേട്ടനും മദ്യത്തിന് അടിമയായി പോയി. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടത്തില് എനിക്ക് അതായത് ഞാൻ വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടുമായ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തില് വീട്ടിലെ ബുദ്ധിമുട്ടും പട്ടിണിയും കാരണം ഞാൻ പണിക്ക് ഇറങ്ങേണ്ട ഒരു കാലം വന്നു എനിക്ക്. അപ്പോ എൻ്റെ അപ്പച്ചനാണെങ്കിൽ മക്കളുടെ ഭാവിയോ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ മക്കളുടെ നല്ലൊരു ജീവിതം വേണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് കള്ള് മാത്രം മതിയായിരുന്നു. അങ്ങനെയുള്ള കാലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1976-78 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. കോടമഞ്ഞ് പെയ്യുന്ന ഒരു കാലമായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ മഴ രാവും പകലും ഒരുപോലെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോ അങ്ങനെ ആ കാലഘട്ടത്തില് ഞാൻ പണിക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. കാരണം വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും കാരണമാണ്. അവിടെ ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിലെ പണികളൊന്നും അമ്മച്ചിക്ക് അറിയില്ല. അപ്പൊ ഇവിടുന്ന് ചെന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ആൾക്കാരായിട്ട് ആരും പരിചയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ പട്ടിണി ആയി കഴിഞ്ഞപ്പോൾ ആ പട്ടിണി മാറ്റുവാൻ വേണ്ടിയിട്ട് ഞാൻ പണിക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ചേട്ടൻ, നല്ല കൃഷിപ്പണിക്കാരനായ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ അടുത്താണ് ഞാൻ പണിക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞാനന്ന് പണിക്ക് ചെല്ലുമ്പോൾ ഇഞ്ചി ചുമക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഇഞ്ചിക്ക് വേര് പറിക്കുവാനും ഒക്കെ ആയിട്ടാണ് എന്നെ വിളിച്ചത്. ഇഞ്ചിക്ക് വേര് പറി എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോ അങ്ങനെ വേര് പറിച്ചിരിക്കുന്ന ആ സമയത്ത് ഉച്ചയായി കഴിഞ്ഞപ്പോൾ
അവരുടെ വീട്ടിൽ നിന്ന് ചോറെടുക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഇഞ്ചിയും തന്നു വിട്ടു. അപ്പം ആ ഇഞ്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പ്രായത്തിൽ വെച്ച് പറയുമ്പോൾ ചുമക്കാവുന്ന രീതി ഇഞ്ചി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ ആ വഴി, അതായത് ഒരു കൊട്ട വല്ലത്തിൽ നിറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു. ആ ഇഞ്ചി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഇറക്കവും നല്ല കയറ്റം ഇറക്കമുള്ള സ്ഥലമായിരുന്നു. അത് മലയുടെ മുകളിലായിരുന്നു ഇഞ്ചി നട്ടായിരുന്നത്. പക്ഷെ വഴി എന്ന് പറയുന്നത് മാക്സിമം ഒരടി 1.5 അടി വഴി മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം പോതക്കാട് കയറി നിറഞ്ഞു കിടക്കുന്ന ഒരു വഴിയായിരുന്നു. എന്തായാലും ഞാൻ ആ ഇഞ്ചിയും കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കാല് തെന്നി വീണ് ആ ഇഞ്ചി ഇടുവാനായിട്ട് ഇടയായി. ഇഞ്ചിയും കൊട്ടയും ഞാൻ വീണു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ വീഴ്ചയിൽ അദ്ദേഹത്തിനും വിഷമമായി. അതായത് ഈ ഇഞ്ചി പറക്കി, നല്ല ഇഞ്ചി പറക്കി തിരിഞ്ഞ് തന്നു വിടുവായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വിത്തിനെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആ തന്നു വിട്ടത്. പക്ഷെ എന്തായാലും ആ ഇഞ്ചി ഇട്ട് ഒടിഞ്ഞു പോയിന് അദ്ദേഹത്തിന് സങ്കടമായി. ഏതായാലും മറ്റുള്ള പണിക്കാർ പറഞ്ഞ ആ ഉടമസ്ഥൻ അറിഞ്ഞേ വരൂ. ആ ഉടമസ്ഥൻ അന്നേരത്തെ ആ രീതിയിൽ ദേഷ്യപ്പെട്ട് എന്റെ കർണത്തിന് ആഞ്ഞടിക്കുകയും ചെയ്തു. ആ അടിയുടെ ആഘാതം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. വല്ലാത്തൊരു വിഷമമായി പോയി. എന്തായാലും പിന്നീട് ആ ഇഞ്ചി എല്ലാം പറക്കി ഇട്ട് കൊട്ടയെ തന്നു വിട്ട് എന്നോട് ചോറെടുക്കാൻ പറഞ്ഞു വിട്ടു. എന്തായാലും ഞാൻ ആ ഇഞ്ചിയും കൊട്ടയും ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി പറ്റില്ല, പണിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തിരിച്ചു വന്ന് വൈകുന്നേരം വരെ പണിയാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ പണിതില്ല. ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് വളരെ വിഷമമായി പോയി. കാരണം അന്നത്തെ ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒന്നും ഒരു വിഷമവുമില്ല. ഇപ്പൊ മക്കള് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കള്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന മാതാപിതാക്കളൊക്കെയാണ്. പക്ഷെ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അറിയില്ല. അന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നെങ്കിലും ഞാനത് നിരാശപ്പെടുവാനായിട്ടൊന്നും കാരണം വന്നില്ല. കാരണം എന്താ വെച്ചാല് എന്റെ വീടിന്റെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകള്, എന്റെ അമ്മച്ചിയുടെ ആ ഒരു അമ്മച്ചിക്ക് അന്ന് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പട്ടിണിയാണ്. അപ്പച്ചന് എന്ത് കിട്ടിയാലും മദ്യം കഴിക്കാൻ മാത്രമേ ഉള്ളൂ. യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തില് ഞാൻ അവിടെ പണിക്ക് പോകാനായിട്ട് തയ്യാറായി. തയ്യാറായെന്ന് പറഞ്ഞാൽ ഏലത്തോട്ടത്തിലായിരിക്കണം അന്ന് ഞാൻ പണിക്ക് പോകാനായിട്ട് തയ്യാറാവണം. ഞാൻ ഏലത്തോട്ടത്തിലേക്ക് പണിക്ക് പോകാൻ തയ്യാറായ സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ എസ്റ്റേറ്റ് മാനേജ്മെന്റിനൊക്കെ വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അതുപോലെ ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ പയ്യനായിരുന്നെങ്കിലും എനിക്ക് എന്റെ പ്രായം എന്ന് പറയുന്നത് 11 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഞാൻ അതായത് ഇവിടെ 3-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഹൈറേഞ്ചിലേക്ക് കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ പഠന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. വീടിന്റെ പട്ടിണി ഓർത്ത് പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ പണിക്ക് പോയ സമയത്ത് എസ്റ്റേറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എസ്റ്റേറ്റിലെ ഓണർ, അതായത് എസ്റ്റേറ്റിലെ മുതലാളിയും സൂപ്രണ്ടും അവരെല്ലാം വളരെ നല്ല രീതിയിൽ ഇടപെട്ടു. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നവർക്ക് എന്നോട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പണിയുന്ന കാലഘട്ടത്തില് അപ്പൊ ഞാൻ അവിടെ 10 മണിക്ക് ചായയും വടയുണ്ട്, ഉച്ചയ്ക്കും ചായയും വടയുണ്ട്. ഞാൻ പണിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ആഹാരം ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. എന്തായാലും അവിടെ ആഴ്ചയിൽ ശനിയാഴ്ചയാണ് നമുക്ക് പണിക്കൂലി തരുന്നത്. അപ്പോ ആ പണിക്കൂലി ഒരാഴ്ച പണിക്കൂലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ബാക്കി പൈസ ഞാൻ എന്റെ പിതാവിലേക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്റെ പിതാവിനെയും മാതാവിനെയും എനിക്ക് വളരെ വളരെ ബഹുമാനവും വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ മദ്യപാനമാണെങ്കിലും ഞാനത് അങ്ങനെ എനിക്ക് എന്തോ അവരോട് ഭയങ്കര ഭയങ്കര ബഹുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തില് എന്റെ അപ്പച്ചനൊക്കെ മദ്യം കഴിച്ചിട്ട് രാത്രിയില്ല. അപ്പം എന്റെ വീടിന്റെ താഴെയായിട്ട് ഒരു പുഴയുണ്ട്. ആ പുഴയിലെല്ലാം വന്ന് അപ്പച്ചൻ മദ്യം കഴിച്ചിട്ട് ആ അരിയിൽ കിടന്നിട്ട് വീണ് പോയെങ്കിലോ എന്നുള്ളൊരു ഓർത്ത് അന്നത്തെ ആ വിഷമം ബുദ്ധിമുട്ടല്ലേ ഞാൻ ഓർക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്റെ ദൈവത്തിലെ. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ എസ്റ്റേറ്റിൽ അന്ന് പറഞ്ഞത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ശനിയാഴ്ച ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ശമ്പളം തരികയും ആ ശമ്പളത്തിന്റെ അനുസരിച്ച് എന്റെ വീട്ടിലേക്ക് വേണ്ട അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ പണിക്ക് പോയി ആഹാരം ഉണ്ടാക്കി. ഞാൻ 10 മണിക്ക് കഴിക്കാനുള്ള ആ ആഹാരവും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ആയിട്ട് പണിയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചായ വാങ്ങിച്ചെന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, അതായത് എനിക്ക് ഇനി ചായ വേണ്ട, എനിക്ക് കഴിക്കാനുള്ള ആഹാരം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു അതൊന്നും പറ്റില്ല, ചായ ഒന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നവർ കറക്റ്റായിട്ട് ചായ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്നാന്ന് പറയാൻ കാരണം അന്നത്തെ ആ വിശപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതായത് 2-3 ചായയും 2 വടയൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അത് അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടെ ചായക്ക് പകരം അവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് തേയിലപ്പൊടി ഇട്ട് രീതിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം 20 ചായ വേണ്ടിയെടുത്ത് അവർ 10 ചായ വാങ്ങിക്കും, ബാക്കി അവർ ചൂടുവെള്ളം ഒഴിച്ച് തേയിലപ്പൊടി ഇട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയായിരുന്നു. ബാക്കി 10 ചായയുടെ കാശ് അവര് ലാഭമായിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവിടുത്തെ ആ സമയത്തെല്ലാം എല്ലാ എസ്റ്റേറ്റിലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ദൈവമക്കളെ, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇന്ന് ചായ വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ അമ്മ എനിക്ക് ആഹാരം തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും സമ്മതിച്ചില്ല, അവരത് മിണ്ടായിരുന്നു. ലാസ്റ്റ് എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചായ വാങ്ങിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്തു. ലാസ്റ്റ് അവർ ആ ചായ എന്റെ തലയിൽ കുഴിച്ചു വീണു. ശരിക്കും എന്റെ തലമുടി മുതൽ ഷർട്ടെല്ലാം നനഞ്ഞു പോയി. കാരണം ഇത് 3-4 ചായ ഉണ്ടായിരുന്നു. ആ ചായ ചൂടോടെ തന്നെ അവരൊന്ന് തലയിലേക്ക് വെച്ചു. അന്നത്തെ ആ സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നു. എങ്കിലും ഞാൻ പറയട്ടെ, ഈ ദൈവമക്കളെ, ദൈവം എന്റെ കണ്ണെല്ലാം പുകഞ്ഞു പോയ ഒരു അനുഭവം എനിക്കുണ്ടായി. കാരണം ഈ ചായ എന്റെ തലയിലേക്ക് ചാടി കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം ആണ് ഓർക്കുന്നത് ദൈവമക്കളെ. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ഇപ്പോഴും അന്ന് ആ ചായ ഒഴിച്ച മനുഷ്യൻ പിന്നീട് സുപ്രഭാതത്തില് എന്നെ കാണാനായിട്ട് ഇടപെട്ടു, ഞാൻ കാണാനായിട്ടു. അദ്ദേഹത്തിന് പറഞ്ഞ രോഗമായി ഭയങ്കര വിഷമത്തിലേക്ക് മാറിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിനോടൊന്നും എനിക്ക് യാതൊരു വാശിയോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തിനെ വല്ലപ്പോഴും ഇവിടുന്ന് ഹൈറേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ചായ കുടിക്കാൻ കാശ് കൊടുക്കാറുണ്ട് ഇപ്പോൾ. അങ്ങനെ ദൈവം എന്നെ വളരെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ നയിച്ചു. ദൈവം നാം മാത്രം മാത്രപ്പെടാറാകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ, എന്റെ ദൈവമകളെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ അതായത് എസ്റ്റേറ്റ് മേഖലയിൽ പണിയെടുക്കുന്നു. അതായത് ഒരു എസ്റ്റേറ്റിൽ നിന്ന് മാറി അടുത്തൊരു എസ്റ്റേറ്റിലേക്ക് ചെല്ലും. എസ്റ്റേറ്റ് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്നെ കണ്ട് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ, എന്റെ പണികളെല്ലാം കണ്ടു കഴിയുമ്പോൾ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് എനിക്ക് താല്പര്യപ്പെടും. പക്ഷെ അവിടെ പണിക്കാർക്ക് എന്നോട് അത്ര ഇഷ്ടക്കുറവ് വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടിയ കഠിന പണിയൊക്കെ എനിക്ക് അന്ന് കിട്ടുന്നുണ്ട്. എങ്കിലും എന്റെ വീട്ടിലെ ബുദ്ധിമുട്ട് ഓർത്ത് ഞാൻ അത് സന്തോഷത്തോടെ പണികൾ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ ഇഷ്ടത്തിലെല്ലാം പണിത് കണ്ട് നിന്ന സമയത്ത് ലാസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ എന്തായത് എന്നെ വളരെ വളരെ കളിയാക്കുക, ബുദ്ധിമുട്ടി എന്നെ പണികൾ, അതായത് എല്ലാവരുടെ ഒപ്പം പണിയെടുത്ത് തരാത്തത് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാട്ടിൽ നിന്ന് വണ്ടിയിൽ ഒരു ചേട്ടൻ ഉണക്കമീനും തേങ്ങയും തക്കാളിയും ഒക്കെ കൊണ്ടുവരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. ഞാൻ ആ പൈസ കൊടുത്തിട്ട് കുറച്ച് ഉണക്കമീനും തക്കാളിയും തേങ്ങയും മേടിച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഒരു ചൂരക്കൊട്ടയിലേക്ക് തക്കാളിയും മീനും ഉണക്കി വെച്ചിട്ട് ഞാൻ അന്ന് കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ഞാൻ വിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഈ തക്കാളിയും മീനും തേങ്ങയായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ചില വീട്ടിലുള്ളവർ മാന്യമായിട്ട് എനിക്ക് അവർ തൂക്കിയെടുത്തിട്ട് തേങ്ങ എടുത്തിട്ട് അവർ കറക്റ്റായിട്ട് കാശ് തരുമായിരുന്നു. എന്നാൽ ചില വീടുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ തേങ്ങയും മീനൊക്കെ എടുത്തിട്ട് എന്നെ ചിറ്റിച്ചു വിടുമായിരുന്നു, ഓർഡറാന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വിടുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് എനിക്ക് ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഞാൻ വല്ലാതെ വേദനിച്ച് ബുദ്ധിമുട്ടി ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഒരു 11 മണിയായ സമയത്ത് ദൈവം ഇടപെട്ട് എൻ്റെ ഒരു ദൈവദാസൻ എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്താ എന്റെ പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് ബാബു എന്നാണ്. അപ്പം എന്ന് പറഞ്ഞു, അതായത് ബാബു, ഞാൻ ദൈവദാസനാണ്, എനിക്ക് ഇവിടെ കുറച്ച് വീടൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടാണ്, എനിക്ക് ദൈവവചനം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് ദൈവവചനം എന്താണെന്നോ ദൈവം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ല. അങ്ങനെ അറിയാത്തൊരു കാലമായിരുന്നു. അപ്പോ അങ്ങനെ എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി. അന്നത്തെ അവിടെ വഴി എന്ന് പറയുന്ന നടത്തുവഴി മാത്രമാണ് ഉള്ളത്. കാരണം വെച്ചാൽ അവിടെ വികസനം എത്താത്തൊരു നാടായിരുന്നു. റോഡോ അല്ലെങ്കിൽ വാഹനങ്ങളോ വണ്ടികളോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. എന്നൊരു വഴി 20 കിലോമീറ്ററൊക്കെ നടന്നു പോകുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ ആ ദേവദാസൻ വചനങ്ങൾ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും അവിടെ വചനങ്ങൾ കേട്ട് യേശുവിനെ സ്വീകരിച്ച് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ആരാധന ആരംഭിച്ചു. അങ്ങനെ ആ ആരാധന ആരംഭിച്ച് ഒരു 2 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മൊത്തത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. എന്റെ ചേട്ടൻ, അതായത് നാട് പോയെന്ന് പറഞ്ഞ ചേട്ടൻ കടന്നു വന്നു. അദ്ദേഹം എല്ലാം കൂടി എന്നോട് പറഞ്ഞു, ഇനി പോകാൻ പാടില്ല, അത് അവര് വെന്തിക്കോസുകാരാണ്, വെന്തിക്കോസുകാരുടെ ഇതിൽ പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്ന തല്ലും പാസ്റ്ററോട് ചീത്ത പറയുകയൊക്കെ ചെയ്യും. എന്തായാലും എന്റെ ചേട്ടനും അവിടെ നാട്ടുകാരും കൂടി എന്നെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് എന്നെ കൈയൊക്കെ കെട്ടിയിട്ട്, അപ്പം വയനാട്ടിൽ ബത്തേരിക്ക് അപ്പുറത്ത് എനിക്കൊരു സ്വന്തത്തിനൊരു വീടുണ്ട്. എന്റെ അമ്മച്ചിയുടെ ചേട്ടന്റെ വീടാണ്. ആ വീട്ടിലേക്ക് കൊണ്ട് അവരിട്ടു. അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം ഉണ്ടായ ഒരു വേദന എന്ന് പറയുന്നത്
ഒരു വേദനയായി പോയി. എന്താണെന്ന് വെച്ചാല് ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുവാനും യേശുവാണ് രക്ഷകനും ദൈവം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു തരികയും ഞാൻ ദൈവത്തെ സ്വീകരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു സമാധാനം എനിക്ക് കിട്ടുമായിരുന്നു. അതൊക്കെ ആ സമാധാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ വളരെ വേദനപ്പെട്ടൊരു കാലമായിരുന്നു അത്. എന്തായാലും ഞാൻ വയനാട്ടിൽ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഈ പാസ്റ്റർ അന്ന് കൂടിയ അല്ലെങ്കിൽ അന്ന് ആരാധന നടത്തുന്ന സംഭവം ഒന്നുമില്ലാണ്ട് അങ്ങനെ മാറിപ്പോയി മക്കളെ. അതെല്ലാം വളരെ ബുദ്ധിമുട്ടായിപ്പോയി, വളരെ 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 കഷ്ടമായി പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്തു, സ്വന്തമായിട്ട് പിന്നെ പണികൾ ചെയ്യാൻ തുടങ്ങി, കൃഷിപ്പണികൾ ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കൃഷിപ്പണി ഇഞ്ചി കൃഷിയാണ്, പിന്നെ വാഴ കൃഷിയുണ്ട്, പിന്നെ കപ്പ കൃഷിയുണ്ട്, അങ്ങനെയുള്ള ചേമ്പ് ചേന അങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്യുന്നു. അങ്ങനെല്ലാം കൃഷിയെല്ലാം ചെയ്ത് എനിക്ക് അവിടെ 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതായത് എന്റെ അപ്പച്ചൻ മേടിച്ച് 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ് മിച്ചം വേറെ സ്ഥലത്തൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നു. കാരണം അവിടെ സ്ഥലങ്ങളൊക്കെ വളരെ തുച്ഛമായ പൈസക്ക് സ്ഥലം കിട്ടുമായിരുന്നു. കൃഷി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പങ്കിന് കൃഷി ചെയ്യായിരുന്നു. അങ്ങനെ കൃഷി ചെയ്ത് ഓരോ വീടെല്ലാം എടുത്ത് അങ്ങനെ കൃഷി ചെയ്ത് ഇഞ്ചി നട്ട് വാഴ നട്ട് അങ്ങനെ വാഴയെല്ലാം നല്ല രീതിയിൽ വരുമായിരുന്നു. അങ്ങനെ ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വിവാഹത്തിലേക്ക് കടന്നു വന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് വീടിന്റെ പട്ടിണിയും ദാരിദ്ര്യം കാരണം എന്റെ വീട്ടിലെ അടുത്തുള്ള ഒരു 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 കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് സേനാപതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്റ്റോർ ഉണ്ട്, ആ സ്റ്റോറിലേക്ക് വിറക് വേണം, 1 ലോഡ് വിറക് കൊടുത്തു കഴിഞ്ഞാൽ 350 രൂപ കിട്ടും. ഇത് നമുക്കാണെങ്കിൽ ഇവിടെ ഒരു പൂവത്തിന്റെ മരം ഉണങ്ങി നിൽപ്പുണ്ട്. ആ മരത്തിൽ നിന്ന് മുറിച്ച് നമുക്ക് ആ വിറക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ലോഡ് വിറക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ, നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം മാറുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവിടെ ഞങ്ങൾ ആ വിറക് വെട്ടി ആ മരത്തിൽ കയറി ചൂടല്ല വെട്ടിയത്, ഏരങ്ങളാണ് വെട്ടിയത്. വേരുകളെല്ലാം വെട്ടി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 2 ലോഡ് വിറക് ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അപ്പോഴത്തേക്ക് ആ എസ്റ്റേറ്റിലെ പണിക്കാർ കടന്നു വന്ന് ഞങ്ങളെ അതായത് ബലമായിട്ട് ഞങ്ങളെ ഒത്തിരി ചീത്ത പറയുകയും എന്നെ അടിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ദൈവം അവിടെ ഇടപെട്ടു ഈ എസ്റ്റേറ്റ് സൂപ്പറിന് ഒന്ന് പറഞ്ഞു, ദാരിദ്ര്യം പട്ടിണി ആയിട്ടുണ്ട്, സാരല്ല പിള്ളേർ കൊണ്ടുപോട്ടെ, ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ വെറുതെ തരുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വെറുതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, എനിക്ക് വണ്ടിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. വണ്ടി ഓടിക്കണം, വണ്ടി പഠിക്കണം എന്നുള്ള താല്പര്യത്താലെ ഞാൻ അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തല്ല, അവിടെ ഒരു 20 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്ത് വണ്ടി പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ അത് കേട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു, അതായത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാല് അന്നേരത്തെ രീതി വണ്ടി പഠിക്കുമ്പോൾ 1500 രൂപ വണ്ടി പഠിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു വിധത്തില് അന്ന് ഞാൻ പണിതുണ്ടാക്കിയ കാശെല്ലാം കുറെ എന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കൃഷിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വിറ്റ് ഞാൻ ആ പൈസ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ 1 വർഷക്കാലം ഞാൻ ആ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. 1 വർഷം നടന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ആ വണ്ടിയുടെ ജീപ്പിന്റെ സ്റ്റിയറിംഗിൽ നിന്ന് തൊടിയിപ്പിച്ചത്. അങ്ങനെ 1 വർഷക്കാലം നടന്ന് ഞാൻ ആ വണ്ടിപ്പണി പഠിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ആ വണ്ടിപ്പണി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മൂന്നാറിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പൊ ആ ടെസ്റ്റിന് പോകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് 650 രൂപ വേണമായിരുന്നു. ദൈവമക്കളെ, 650 രൂപയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് 650 രൂപ എടുക്കാൻ എന്റെ കയ്യിൽ ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തെങ്ങുണ്ടായിരുന്നു. തെങ്ങ് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാല്, ഒരു തെങ്ങ് കയറി ഒരുക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് 3 രൂപ കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ തെങ്ങ് ഒരുക്കി ഈ 650 ഉണ്ടാക്കി അവിടെ പോയി ലൈസൻസ് മേടിച്ചു. അത് 89 കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് 89-90 കാലഘട്ടത്തിൽ ഞാൻ ലൈസൻസ് എടുത്തു. ദൈവനെ സഹായിച്ചു. അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു എസ്റ്റേറ്റിൽ വാഹനം ഓടിക്കാൻ കുറെ നാൾ നടന്നു. അങ്ങനെ എനിക്കൊരു 18-20 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ വിവാഹ പ്രായത്തിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം ഇടപെട്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. അതായത് ഇന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞു ആദ്യം ഒരു സ്വപ്നം പോലെ, അതായത് ഒരു ദർശനം പോലെ എനിക്ക് കിട്ടി. അത് ആദ്യമൊന്നും ഞാനത് കാര്യമാക്കിയില്ല. ആദ്യം ഞാൻ കാര്യമാക്കിയില്ല. പിന്നീട് വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അവര് വേറെ സമുദായത്തിൽപ്പെട്ടൊരു പെണ്ണാണല്ലോ, ഞാൻ ക്രിസ്ത്യൻ ആണല്ലോ, അതെന്താ ഇങ്ങനെ മുന്നോട്ട് പോയി എങ്ങനെ ശരിയാവും? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ദൈവം ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ട് ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനിച്ചു വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരന്മാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ 1-2 പേര് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല,
ദൈവം ഇടപെടണമായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെയല്ല, ആ പെൺകൊച്ചിന് രോഗങ്ങൾ വന്ന് ഓപ്പറേഷൻ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ആ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം, ഭയങ്കര നിശ്ചയമായിട്ട് തന്നെ കല്യാണം കഴിക്കണമെന്നും പേര് ആൻസിന്ന് ഇടണം എന്നെല്ലാം ദൈവം തമ്പുരാൻ, അതായത് ദർശനത്തിൽ എനിക്ക് വെളിപ്പെട്ട് തരുന്നു. ഞാൻ എന്തായാലും ലാസ്റ്റ് എനിക്ക് അതായത് എനിക്ക് ആദ്യം ഞാൻ ആ കല്യാണം വേണ്ട, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ മാറിപ്പോയി. പക്ഷെ ദൈവം എന്നെ വിട്ടില്ല. ദൈവം വീണ്ടും ശക്തമായിട്ട് എൻ്റെ അടുത്ത് ദൈവം ഇടപെട്ടു. എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം വന്നപ്പോൾ ഞാൻ അങ്ങനെ ആ പെണ്ണിനെ കഴിക്കണം എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ വീട്ടില് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലെ അപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അപ്പച്ചൻ ആദ്യം ഒന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ അപ്പച്ചനോട് ശക്തമായിട്ട് പറഞ്ഞു, ഞാൻ അതായത് എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് പറ്റിലേക്ക് എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വിഷമാണെന്ന് ഞാൻ പറയാൻ ഇട വന്നു. അങ്ങനെ അപ്പച്ചൻ അവിടെ ചെന്ന് ചോദിച്ചു, ഒരു പ്രാവശ്യം ചോദിച്ചു, രാവിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ചേട്ടാ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, ഞങ്ങള് ഹിന്ദുക്കളാണെന്ന് അറിയില്ലേ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, തന്നെയല്ല ഈ പെണ്ണിനെ ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് വയ്യാണ്ടിരിക്കുന്ന പെണ്ണാണ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും എന്റെ അപ്പച്ചൻ അവരോട് പറഞ്ഞു, എന്റെ മകന് ആ പെണ്ണിനെ മതിയെന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ എന്റെ മകൻ മരിച്ചു പോകുന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത ആ പെണ്ണിന്റെ ആങ്ങള പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും ദൈവമക്കളെ ആലോചിച്ചു. അവര് ആലോചിച്ചു കഴിഞ്ഞപ്പോ അവർ ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാരായിട്ടാണ് ആലോചിക്കുന്നത്. ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാരായിട്ടൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു, ഏതായാലും ഈ പെണ്ണിനെ ആരും കെട്ടാൻ തയ്യാറായി മുന്നോട്ട് കടന്നു വരത്തില്ല, അതുപോലെ അങ്ങനെ അസുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയായാലും ഒരാള് കൈയേക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് അവർ തീരുമാനിച്ചു. എന്തായാലും അവര് പറഞ്ഞു കെട്ടിച്ചു തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എന്റെ വീട്ടിലെ എന്റെ അപ്പച്ചനും എന്റെ നാട്ടുകാരും വീട്ടുകാർക്കൊക്കെ ഭയങ്കര എതിർപ്പായി പോയി. ഒരിക്കലും ഒരിക്കലും അതായത് ഈ പെണ്ണിനെ കല്യാണം കഴിക്കരുതെന്ന് ആ നാട്ടിലുള്ള ഒരു വീട്ടുകാരും എന്റെ സ്വന്തക്കാരും എന്റെ കൂടപ്പിറവുകളെല്ലാം തീരുമാനിച്ചു. അതെന്താ അവർ തീരുമാനിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാല്, അതായത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പെണ്ണായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനിച്ചത്. ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 3 മാസം ജീവിക്കാൻ സാധിക്കില്ല, 3 മാസം ഒന്നിച്ച് ജീവിക്കില്ലെന്ന് പല ആൾക്കാരും എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് ഈ ദൈവം തമ്പുരാൻ, അതായത് ദൈവമാണ് ഇത് ഇടപെട്ടതെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പെണ്ണിനെ തന്നെ കെട്ടണം എന്നൊരു തീരുമാനം എനിക്ക് വന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ വീട്ടിൽ എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അതായത് നീ കല്യാണം കഴിക്കുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല, പക്ഷെ നീ പള്ളിയിൽ വെച്ച് കെട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടെ നിങ്ങളെ എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ വെച്ച് കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പള്ളിയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ആദ്യം പള്ളി ചെന്ന് കഴിഞ്ഞപ്പോ പള്ളിക്കാർ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, അതൊരു ഹിന്ദു പെണ്ണാണ്, അതിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് വിഷയാവും, പിന്നെ ജാതി കലവർ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഭയങ്കര വഴക്കാവും, അത് അങ്ങനെയൊന്നും വേണ്ട, നിനക്ക് പ്രായം ഒന്നും കവിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് പെണ്ണ് കെട്ടണമെങ്കിൽ ക്രിസ്ത്യാനി പെണ്ണുങ്ങളുണ്ടല്ലോ, അതിനെ കിട്ടിയാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അവരോടൊന്ന് എനിക്കിങ്ങനെ ദർശനത്തിൽ കിട്ടിയതാണ്, എനിക്ക് പെണ്ണെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അവരത് ആദ്യം അംഗീകരിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ പള്ളിയിലെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, അതായത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതായത് വാവ തിരുമേനിയുടെ അടുത്ത് പോയി വാവ തിരുമേനി പറയുകയാണെങ്കിൽ വാവ തിരുമേനിയുടെ കൽപ്പന വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. എന്തായാലും ദൈവമക്കളെ ഞാൻ ആ വാവ തിരുമേനിയുടെ അടുത്ത് പോയി. ആദ്യം ചെന്നപ്പോ എനിക്ക് വാവ തിരുമേനിനെ കാണാൻ സാധിച്ചില്ല. പിന്നെ രണ്ടാമതും ഞാൻ പോയി കഴിയുമ്പോൾ വാവ തിരുമേനിനെ കണ്ടു. അദ്ദേഹത്തിനോട് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇങ്ങനെ, അതായത് നമ്മുടെ ജാതിയിൽ ഇഷ്ടം പോലെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്കൊരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണേന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അനാഥശാലകളിൽ പെൺപിള്ളേരുണ്ടല്ലോ, അതിനെ കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം അച്ഛൻ പറഞ്ഞു, അതായത് നമുക്ക് നമ്മുടെ മാമോദിസ മുങ്ങിയ ഒരു പെണ്ണിനല്ലേ കെട്ടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ, അതായത് പള്ളിയിൽ വെച്ച് കെട്ടാനാണ് അച്ഛൻ തിരുമേനി എനിക്ക് താല്പര്യം, അതുകൊണ്ട് തിരുമേനി എനിക്ക് ആ പള്ളിയിലേക്ക് ഒരു എഴുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ആ തിരുമേനിക്ക് അതൊന്നും തരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പള്ളിയിൽ വെച്ച് കെട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ, അതായത് അവരുടെ ജാതി പ്രകാരം അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കൂടെ പോകും ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു നേരം ആലോചിച്ചിരുന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് ആ പെണ്ണിൽ തന്നെ കെട്ടണം എന്നാണ് ആഗ്രഹം, എങ്കിലും ഒരു കാര്യം ചെയ്തു, ഞാൻ നിനക്കൊരു എഴുത്ത് തരാം, ഈ എഴുത്ത് കൊണ്ടുപോയി അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ എഴുത്ത് തന്നു.
ദൈവമേ സ്തോത്രം, ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാകട്ടെ. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണല്ലോ. ദൈവം തമ്പുരാൻ, ഞാൻ അന്ന് അതായത് എനിക്ക് കുഞ്ഞിലെ തന്നെ 11 വയസ്സുള്ളപ്പോൾ തന്നെ ആ പാസ്റ്റർ ദേവദാസൻ എനിക്ക് വചനങ്ങൾ പറഞ്ഞു തരുകയും എന്നെ അതായത് കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്തു. ദൈവനാമം മാത്രം മാറ്റപ്പെടുമാറാകട്ടെ. അന്ന് മുതൽ ഞാൻ എവിടെ പോയാലും ആ ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം വന്നെങ്കിലും പക്ഷെ എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതായത് ഈ കത്ത് വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ അന്നേരം പറഞ്ഞു, കല്യാണം കഴിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. അതായത് 7 ആഴ്ച പള്ളിയിൽ വന്ന് പള്ളിയിലെ വചനങ്ങളും കർമ്മങ്ങളും വിശ്വാസ പ്രമാണങ്ങളും പഠിച്ച് എന്നെ ചൊല്ലി കേൾപ്പിക്കണം പെണ്ണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനും സമ്മതിച്ചു, അതെല്ലാം ചൊല്ലി കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പം അതായത് പെണ്ണിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതായത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് പള്ളിയിലേക്ക് കടന്നു വന്ന് വചനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം പഠിച്ച് എല്ലാം അങ്ങനെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ ചൊല്ലി കേൾപ്പിച്ച് കഴിഞ്ഞപ്പം 8ാമത്തെ ആഴ്ചയാണ് മാമോദിസ, 9ാമത്തെ ആഴ്ച കല്യാണം, വിളിച്ചുകൊള്ളല്, 10ാമത്തെ ആഴ്ച കല്യാണം. അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം പിന്നെ അവരെന്നോട് പറഞ്ഞായിരുന്നു, അതായത് പള്ളിയിൽ അങ്ങനെ കെട്ടണമെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് ഞങ്ങളോട് പറയണം, ഈ പെണ്ണിനെ പള്ളിയിൽ വെച്ച് കെട്ടിക്കാൻ തയ്യാറാന്ന് പറയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് പറയാന്ന് പറഞ്ഞു. അവർ വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതായത് ഞങ്ങള് ഒരു മുദ്രപത്രത്തിൽ എഴുതി, അതായത് പെണ്ണിന്റെ സ്വയം മനസ്സാലെയാണ് അതായത് ക്രിസ്ത്യാനിയിലേക്ക് ചേർന്ന് പള്ളിയിലേക്ക് ചേർന്ന് കല്യാണം കഴിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പത്രത്തിൽ എഴുതി, ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് ബന്ധപ്പെട്ട് കല്യാണം നടന്നത് മക്കളെ. അങ്ങനെ ഞങ്ങൾ അന്ന് കല്യാണം നടന്നു. പക്ഷെ അങ്ങനെ കല്യാണം നടന്നെങ്കിലും എന്റെ ചേട്ടന്മാർക്കോ മറ്റുള്ളവർക്ക് ആർക്കും അത് അത്ര ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും ഇടയ്ക്ക് എന്നോട് ഒത്തിരി പറഞ്ഞു, എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, കല്യാണം കഴിക്കരുത്, നമുക്ക് ചേർന്ന കുടുംബക്കാരല്ല, ചേർന്ന പെണ്ണല്ല, അങ്ങനെയൊക്കെ പറയാമായിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങളുടെ കല്യാണം പള്ളിയിൽ വെച്ച് കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ പള്ളിയിലെ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ അത്ര പൈസ ഒന്നും കാര്യമില്ലായിരുന്നു. കാരണം വെച്ചാൽ എന്റെ ഈ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ അതായത് ഇഞ്ചി പറിച്ച ആ ഇഞ്ചിയുടെ പൈസ 22,000 രൂപ ഞാൻ എന്റെ അപ്പച്ചൻ്റെ കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് എത്ര രൂപ കിട്ടിയാലും പണിക്ക് പോയി പൈസ കിട്ടിയാലും ഞാൻ എന്റെ അപ്പൻ്റെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ശീലമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ആ 22,000 രൂപ എന്റെ അപ്പച്ചൻ്റെ കൊടുത്ത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണം വരുന്നത്. പക്ഷെ ഞാൻ എന്റെ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച, ഞാൻ കല്യാണത്തിന് എനിക്ക് പൈസ വേണം, മോതിരം വേണം, താലി വേണം, മാല വേണം, ഇതൊക്കെ വേണം, അതിന് കുറച്ച് എടുക്കണം, കാശില്ല. അപ്പച്ചൻ്റെ തന്ന പൈസ ഉണ്ടല്ലോ, ഞാൻ 22,000 രൂപ കൊടുത്തതാണ്. പക്ഷെ അപ്പച്ചൻ എനിക്ക് തന്നില്ല. അപ്പച്ചൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു, ആ പൈസ തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പച്ചൻ പോയി എന്ത് ചെയ്തെന്ന് പറയാമോ, ആ പൈസയ്ക്ക് പോയി 2 പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ഓർക്കും, ദൈവമക്കളെ, എനിക്ക് ആ പൈസ അപ്പച്ചൻ തന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് കല്യാണം നടക്കണം, പൈസ വേണം. അപ്പൊ പള്ളിയിൽ പ്രസാരം തീർക്കണം, പെണ്ണിന്റെ പ്രസാരവും ആണിന്റെ പ്രസാരവും തീർക്കണം എന്ന് പള്ളിക്കാർ പറഞ്ഞു. ഞാൻ എല്ലാം സമ്മതിച്ചു, തീർക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഒത്തിരി പേരോട് ചോദിച്ചു, അതായത് എനിക്ക് ഇച്ചിരി പൈസ വായ്പ തരാമോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ എനിക്ക് ആരും തന്നില്ല, ദൈവമക്കളെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്തു. അപ്പൊ ഞാൻ അതായത് ഡ്രൈവിംഗ് പഠിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഡ്രൈവിംഗ് പഠിക്കാൻ കൂടി ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഞാൻ അവിടുത്തെ കൂട്ടുകാരന്റെ പപ്പയോട് കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിച്ച് ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്ന് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അവിടുത്തെ അപ്പച്ചൻ എന്ന് പറഞ്ഞു, മോനെ, അങ്ങനെ ഒരു തീരുമാനം നിനക്കുണ്ടെങ്കിൽ നീ അതിൽ തന്നെ കല്യാണം കഴിക്കണം, ദൈവം ഇടപെടണമെന്ന് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യേ, ഇപ്പോ എന്റെ കയ്യിൽ പൈസയായിട്ട് തരാനൊന്നും എന്റെ കയ്യിലില്ല. കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇച്ചിരി പൈസ ഉണ്ടായിരുന്നത്, അതിന് ഏലത്തിന് വളങ്ങളെല്ലാം വാങ്ങിച്ച് ഞാൻ ഇട്ടു, പൈസ ഒന്നും ഇല്ലെന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൈസ തരാൻ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടായി പോയി, ദൈവമക്കളെ. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പെരയ്ക്കകത്തേക്ക് കയറി ചെന്നിട്ട് അതായത് ഒരു വാർത്ത ഉരുളി എടുത്തുകൊണ്ട് വലിച്ചേറ്റുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി നീ വിറ്റോ, അതായത് രാജ്യമാരിൽ ഇത് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്ന് വിറ്റ് കിട്ടുന്ന കാശ് മേടിച്ചോ, നീ മേടിച്ചിട്ട് നിന്റെ കാര്യം നടക്കട്ടെ, കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഉരുളി കൊണ്ടുപോകാനായിട്ട് എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നി. ദൈവമേ, ഞാൻ ഈ ഉരുളി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കണക്ക് കൂട്ടിയിരുന്നപ്പോഴാണ് അവരുടെ വീടിന്റെ താഴെ റോഡായിരുന്നു.
ആ റോട്ടിൽ കൂടി ഒരു ജീപ്പ് വരുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ജീപ്പ് കൈ കാണിച്ച് നിർത്തിയിട്ട് ആ വാർപ്പും എല്ലാം പിടിച്ചു കൊണ്ടുവന്ന് ആ ജീപ്പിൽ വെച്ച് എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീപ്പുകാരന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ ആ ഉരുളിയായിട്ട് രാജകുമാരി ചെന്ന് കഴിഞ്ഞപ്പം ആ ഉരുളി കണ്ടപ്പോൾ തന്നെ കടക്കാരൻ പറഞ്ഞു, അതായത് അയ്യോ ഇവിടെ വേണ്ട, ഇതൊന്നും ഇപ്പം എടുക്കുന്നില്ല, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന, എന്ത് കൊണ്ടുവന്ന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ആ വണ്ടിക്കാരൻ തന്നെ പറഞ്ഞു, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇത് ഇന്ന ഒരാൾ തന്നു വിട്ടിരിക്കുന്നതാണ്, ഇന്ന കുഞ്ഞെന്ന് പറഞ്ഞ ആൾ തന്നതാണ്, അത് കുഴപ്പമില്ല, വിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും എന്റെ മനസ്സിൽ ഒരു വിഷമം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വരെ വേണ്ട, എനിക്കിതൊരു പണയത്തിന് കാശ് തരാൻ പറഞ്ഞു. എന്തായാലും പണയത്തിന് 500 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 500 രൂപ കൊണ്ട് ഒന്നും ആവില്ല, കല്യാണത്തിന് എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് പറഞ്ഞാൽ എന്നെ ഒരു 100 രൂപ കൂടി തരാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് വലിയൊരു ശല്യമായി പോയല്ലോ, എന്ത് ചെയ്യാനാ, ബുദ്ധിമുട്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് 500 രൂപ തന്നു. ഞാൻ അങ്ങനെ 500 രൂപയ്ക്ക് ആ ഉരുളി അവിടെ പണയം വെച്ച രീതിയിൽ പണയം വെച്ചു. അങ്ങനെ അങ്ങനെ ഞാൻ ആ 500 രൂപ കൊണ്ട് ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന്, ഞാൻ ഓർക്കുന്നുണ്ട്, വെന്നീസ് ജുവലറി എന്ന് പറയുന്ന ജുവലറി ചെന്നിട്ട് അവിടെ ചെന്ന് ഇവർ താലി വാങ്ങിച്ചു. ആ താലി വാങ്ങിച്ചപ്പോൾ 340 രൂപയായി അന്ന് ആ താലിക്ക്. ദൈവമക്കളെ, ഞാൻ അതായത് അന്നത്തെ ആ വേദന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഞാൻ ആ 340 രൂപയ്ക്ക് താലി മേടിച്ചു. ബാക്കി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 160 രൂപയാണ്. ആ 160 രൂപയും കൊണ്ട് ഒരു ജൗളിക്കടയിൽ ചെന്നിട്ട് ഒരു സാരി വാങ്ങിച്ചു. വളരെ, സാരി എന്ന് പറയാൻ പറ്റില്ല, ഒരു ബെഡിന്റെ ബിരിയാണ് ഏറ്റവും കുറഞ്ഞത്. സാരി ഞാൻ അവരോട് എടുത്തിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാരികളെല്ലാം ഓരോന്നും എടുത്തിട്ടു. പക്ഷെ എന്തായാലും എനിക്ക് വില കൂടി, അതായത് സാരി വളരെ മോശപ്പെട്ട ഒരു സാരി വാങ്ങിച്ചു. പിന്നെ അതിനുള്ള ജോഡികളെല്ലാം മേടിച്ചു. ഇങ്ങനെ 150 രൂപയായി. പിന്നെ 10 രൂപ വണ്ടിക്കൂലിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കടന്നു വന്ന, അങ്ങനെയാണ് ദൈവമക്കളെ എന്റെ കല്യാണം എന്ന് പറയുന്നത്. അങ്ങനെ കല്യാണത്തിന് മുമ്പ് ഏറ്റവും, അതായത് വളരെ ബുദ്ധിമുട്ടായി പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മാമോദിസ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്ന് അറിയാമോ? അപ്പൊ ഈ അതായത് പെണ്ണിന്റെ ആങ്ങളയോട് ഞാൻ പറഞ്ഞായിരുന്നു, എന്റെ കയ്യിൽ ഇപ്പൊ സാമ്പത്തികമില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ തീരുമാനിച്ചു ഒരു 5000 രൂപ അതായത് എനിക്ക് തരാമെന്ന് അവർ തീരുമാനിച്ചു. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ ചേട്ടത്തിയുടെ ഭർത്താവ് ചിട്ടി വിളിച്ച് 5000 രൂപ അതായത് ഈ പെണ്ണിന്റെ ആങ്ങളുടെ കൈ കൊണ്ട് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തെന്ന് അറിയാവോ? ആ കാശ് മേടിച്ചുകൊണ്ട് അതായത് ആങ്ങളുടെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാനിടയായി. ഓ ദൈവമേ സ്തോത്രം. അങ്ങനെ പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇനിയിപ്പോ ഇന്ന് ക്രിസ്ത്യാനിയിലേക്ക് മാമോസ് മുഖ്യ പെണ്ണിനെ കെട്ടാതിരിക്കുകയല്ല, അത് നീ ഇനി പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് ആ വീട്ടിലെ അവര് പറയാൻ ഇടയായി. അങ്ങനെ വീട്ടിലേക്ക് വന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ആൻസി ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ പൈസ കൊടുക്കാത്തത്, എന്താണ് ആ പൈസ കൊടുത്തിട്ടല്ലേ കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം അദ്ദേഹം പറഞ്ഞു, നിന്നെ അവന്റെ കൂടെ ഞാൻ വിടുന്നില്ല, അവന്റെ കൂടെ കല്യാണം കെട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിനൊന്നും പറഞ്ഞ് ഭയങ്കര അവർ വഴക്കായി. ആ വഴക്ക് ലാസ്റ്റ് ഒരുപാട് മർദ്ദിച്ചു. ഒരുപാട് കാരണം വെച്ചാൽ അവന് 10-25 വയസ്സായ ചെറുപ്പക്കാരനാണ്. 10-25 വയസ്സായ ചെറുപ്പക്കാരനാണ്. ഒരുപാട് മർദ്ദിച്ച് അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അതായത് പിടിച്ച് എറിഞ്ഞതാണ്, പുറത്തേക്ക് മുറ്റത്തേക്ക് എറിഞ്ഞതാണ്. മുറ്റത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പോ ആ മുറ്റത്തൊരു കല്ലുണ്ടായിരുന്നു. തിട്ടലൊരു കല്ലിരുന്നു. ആ കല്ലിലേക്ക് ഒന്ന് തലയിടിച്ച് ആ തല പൊട്ടി ഭയങ്കര ചോര ഒഴുകി. മൊത്തത്തിൽ ആ നാട്ടുകാർ, അയൽവാസികളെല്ലാം അവരോട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആരും വന്ന് പിടിക്കാനോ ഒന്നും വഴക്കിട്ടില്ലെന്ന് പറയാനോ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ വീടിന്റെ അതായത് എന്റെ ഭാര്യയുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു 2 പിള്ളേരുണ്ടായിരുന്നു. ഒരു 8-9 വയസ്സുള്ള പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടൻ കെട്ടാൻ പോണ പെണ്ണിനെ ഊടുവാർന്ന് തല്ലി, ഇത് തലയൊക്കെ പൊട്ടി ചോര വന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ആ ഓടിപ്പോയി എന്താ ഇത് സംഭവിച്ചെന്ന് അറിയാനൊരു തോന്നൽ വന്നു. ഞാൻ ഓടിച്ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ അതായത് ആങ്ങളെ അടിച്ച് വളരെ ഏൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഞങ്ങൾക്ക് നാളെ ഞങ്ങളുടെ കല്യാണമല്ലേ, അപ്പൊ അതായത് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. പറഞ്ഞു, നീ അത് ചീത്തയായിട്ടാണ് പറഞ്ഞത്, വിളിച്ചോണ്ട് പോടാന്ന് ചീത്തയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ അങ്ങനെ വിളിച്ചോണ്ടൊന്നും ഞാൻ പോകത്തില്ല, എനിക്ക് എന്നെ പിടിച്ചു തരുവാണ് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ പറയാനാണ് എനിക്ക് അന്ന് തോന്നിയത്. അപ്പൊ തന്നെ പറഞ്ഞപ്പോ തന്നെ സമയം ഒരു 8:15 8:30 സമയമാണ്. രാത്രി 8:15 സമയത്ത് കൈ പിടിച്ചു തന്നു. ഞാൻ ആ കൈ പിടിച്ചു കഴിഞ്ഞപ്പോ ഞാനത് പോകുന്നു. പക്ഷെ അന്നേരം ഒരു തുണി എടുക്കുവാനും ഒന്നും സാധിച്ചില്ല. അതായത് ഇട്ടായിരുന്ന തുണി കീറി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നൈറ്റി, അതായത് എങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ സാരി തയ്ച്ച ഒരു ഡ്രസ്സായിരുന്നു ഇട്ടായിരുന്നത്. അത് പക്ഷെ ആ തുണിയെല്ലാം കീറി പോയിട്ടുണ്ടായിരുന്നു വഴക്കിന്. പാവാടയും ബ്ലൗസും ആയിരുന്നു.
എന്നിട്ട് അത് കീറിപ്പോയായിരുന്നു. എന്തായാലും അങ്ങനെ ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ വിളിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് വേറെ ഒന്നും ഒരു സാധനം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്ന സമയത്താണ് അപ്പൊ അന്നേരം ഞങ്ങളുടെ അയൽവാസികൾ എല്ലാവരും കൂടി വീട്ടിലുണ്ട് കുറെ ആൾക്കാര്. പള്ളിയിലുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്ന് പറഞ്ഞു, അയ്യോ ഇങ്ങനെ താലി വെച്ച് കെട്ടാത്ത ഒരു പെണ്ണിനെ ഇങ്ങനെ പള്ളിയിൽ കയറ്റി കഴിഞ്ഞാൽ അച്ഛൻ കെട്ടിച്ചു തരില്ല, അങ്ങനെ എന്ത് ചെയ്യും? ഞാൻ വിളിച്ചോണ്ട് വരികയും ചെയ്തു. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം കർത്താവേ, നീ സഹായിക്കണമേ എന്ന് ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ സ്തോത്രം ദൈവമേ. അപ്പൊ തന്നെ ആ പള്ളിയിലെ ആ ചേട്ടൻ, അയൽപക്കത്തൊരു ചേട്ടൻ, ആ പള്ളിയിലെ ഒരു കൈക്കാരനായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ബാബു നീ വിഷമിക്കണ്ട, ഈ പെങ്കൊച്ചി എന്റെ വീട്ടിൽ എന്റെ ഒപ്പം എന്റെ പിള്ളേരോടൊപ്പം നിൽക്കും. അതായത് ഞാൻ നിനക്ക് കല്യാണ സമയത്ത് ഞാൻ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് കടന്നു വന്ന് അപ്പം ഇവര് തലയെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് ആ ചേച്ചി തലയെല്ലാം കഴുകി വെച്ച് കെട്ടി വൃത്തിയാക്കി മരുന്നെല്ലാം വെച്ച് കെട്ടി ആ ചേച്ചിന് സാരിയെല്ലാം കൊടുത്ത് ആ കല്യാണത്തിന് പള്ളിയിൽ എത്തിച്ചു തന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം വളരെ മനോഹരമായിട്ട് തന്നെ കല്യാണം നടന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മണവാട്ടി പെണ്ണല്ലേ, നിങ്ങളൊരു വണ്ടി വിളിച്ച് പോകാൻ പറഞ്ഞു. പക്ഷെ പള്ളി ഞങ്ങളുടെ വീടുമായിട്ട് ഒരു 18-20 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടും. പക്ഷെ ഞങ്ങൾ നടന്നു വന്നു. പക്ഷെ കാശൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ഒരു ചായ കുടിക്കാൻ പോലും കാശ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ എന്തായാലും ഈ എന്റെ ഭാര്യയുടെ ഒരു സ്വന്തത്തിലുള്ള ഒരു ചായക്കട അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് കടം പറയാന്നുള്ള കണക്കൂട്ടിൽ ഞാൻ അവിടെ ചെന്ന് ചായ കുടിച്ചപ്പോൾ എന്റെ കൂടെ എനിക്ക് ഉരുളി തന്നെ അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു എനിക്ക്. അവര് അവൻ കല്യാണം തന്നെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പച്ചനും അമ്മച്ചും പറഞ്ഞു, അവർ ആ ചായ കുടിച്ചതിന്റെ കാശ് അവര് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ പോവാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി. ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. കടന്നു വരുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു കയറി വരുവാണ്. നടന്നു കയറി വന്നു കഴിഞ്ഞപ്പം എന്റെ വീടിന്റെ തൊഴുത്ത് കഴിഞ്ഞിട്ടാണ് എന്റെ ഞാൻ കടന്നു വന്നു കഴിഞ്ഞപ്പം സ്തോത്രം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് മതിയോ ഒരു പാമ്പ് അവിടെ വഴിയിൽ ഇങ്ങനെ പൊളഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് നടന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു ദൈവം തമ്പുരാൻ ഒരു അത്ഭുതം അവിടെ ചെയ്തു തന്നു. എന്താന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് അവിടെ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. അതായത് അവര് ഭവനങ്ങളിൽ ചെന്ന് ദൈവവേല പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന പൈസ എന്തെങ്കിലും കൊടുത്ത് അത് മേടിച്ചിട്ടാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് റോഡിലേക്ക് നടന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടു. അപ്പൊ അവർ ഞങ്ങളെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ദൈവം നിങ്ങളുടെ കല്യാണം കണ്ടിട്ടുണ്ട്. ആ ദൈവമക്കളെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ ദൈവം സഹായിക്കും, അനുഗ്രഹിക്കും പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നോക്കി കഴിഞ്ഞപ്പം എന്റെ പോക്കറ്റിൽ ഒരു 2 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ആ 2 രൂപ എടുത്ത് എന്റെ പ്രാർത്ഥിച്ച അമ്മച്ചിക്ക് അപ്പച്ചനും കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോന്നു. അപ്പൊ അങ്ങനെ ഇറങ്ങി പോന്നാണ് വീട്ടിലേക്ക് നടന്നു വന്ന് കയറാൻ നേരത്താണ് മതിയായ ഒരു പാമ്പിനെ കാണുന്നു. എന്തായാലും ഞാൻ ആ പാമ്പിനെ ഓടിച്ചു വിടാം, ഇത് എന്തൊരു വലിയ പാമ്പാന്ന് കരുതി ഞാൻ മണ്ണ് വാരി എറിഞ്ഞു. പക്ഷെ മണ്ണ് വാരി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നിട്ട് ആ പാമ്പ് പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ആ പാമ്പ് 2 പ്രാവശ്യം മണ്ണ് വാരി എറിഞ്ഞിട്ട് പോയില്ല. പക്ഷെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോലും ആ പാമ്പ് പോയില്ല. തൊട്ടടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഒരു തൂമ്പ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ തൂമ്പ എടുത്ത് നിലത്തിന് കുത്തി കഴിഞ്ഞപ്പോ കൈ ഒടിഞ്ഞു വന്നു. ആ തൂമ്പ കൈ കൊണ്ട് ഞാൻ എന്നെ ആ പാമ്പിനെ തല്ലിക്കൊന്ന് കളയുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പച്ചൻ എന്നോട് പറയാണ്, മക്കളെ നിങ്ങൾ കല്യാണത്തിനാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പം ചേട്ടന്മാരിവിടെ വന്ന് പറഞ്ഞു, ഈ വീടെന്ന് പറഞ്ഞാൽ അവന് മാത്രമായിട്ടുള്ളതല്ല, ഇത് ഞങ്ങൾക്കും കൂടെ ഉള്ളതാണ്. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ വെച്ച് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇവിടെ കയറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങൾക്ക് എങ്ങോടെങ്കിലും പോയി ജീവിക്കാൻ പാടില്ലേ, ഞങ്ങൾ പ്രായം ചെന്നവരല്ലേ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഭയങ്കര ഒരു വിഷമമായിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്നോട് പറഞ്ഞില്ലേ പള്ളിയിൽ വെച്ച് കെട്ടാമെങ്കിൽ അതായത് ഞങ്ങൾ ചേർക്കാം, അതായത് വീട്ടിൽ താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അപ്പച്ചാന്ന് പറഞ്ഞപ്പോ അപ്പച്ചനൊന്നും മിണ്ടിയില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പറയണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്റെ അപ്പച്ചനോട് മുസ്ലിം പറഞ്ഞ ഒറ്റ കാര്യമാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പനും അമ്മയും ആരാന്ന് പറയണം, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം. അതായത് നിങ്ങൾ എന്റെ അപ്പനും അമ്മയും ആരാന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ അവരാരൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട്ടിൽ ഇത്ര സ്ഥലം ഉണ്ടല്ലോ, എന്തായാലും 1 സെന്റ് സ്ഥലം നമുക്ക് തരാതിരിക്കില്ലല്ലോ, നമുക്കൊരു ചെറിയൊരു വീട് വെക്കാവുന്ന കണക്കൂട്ടിൽ ഞാൻ അവിടെ കുടികളുണ്ടായിരുന്നു, കുരുമുളക് പൊടി. ആ കുരുമുളക് പൊടി ചൂടിയിട്ട് 1-2 കുടികളെ വെട്ടി മാറ്റിയിട്ട്, അതായത് അതിന്റെ കാലെടുത്തിട്ട് കുഴി കുത്തി തൂണിടാൻ കുഴിച്ചിടാൻ സമയത്ത് അപ്പച്ചനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ദൈവം ഇടപെട്ടു, ദൈവം സഹായിച്ചു. ദൈവം ഇടപെട്ടിട്ട് അപ്പച്ചൻ പറഞ്ഞു,
അതായത് അവിടെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഇനി കയറിപ്പോരെ, നീ കിടക്കുന്ന റൂമിൽ നീ കിടന്നോളണം, ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരരുത്. ചേട്ടന്മാർ ആരെങ്കിലും വഴക്കിൽ വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഇറങ്ങി വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഒതുങ്ങി കഴിഞ്ഞോളാൻ പറഞ്ഞു. എന്തായാലും അപ്പത്തിന് അങ്ങനെ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വളരെ വളരെ ഒരു സന്തോഷവും സമാധാനവും എനിക്ക് തോന്നി. ദൈവം ഞങ്ങളെ സഹായിച്ചു. കാരണം എന്താണെന്ന് വെച്ചാല് അപ്പച്ചൻ അതായത് സാധു മനുഷ്യനായിരുന്നു, കള്ളു കുടിക്കുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അപ്പച്ചൻ അങ്ങനെ തന്നു, ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ഒരു 3-4 പശുക്കളും 2 എരുമയും 3-4 കിടാക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് എന്റെ ആൻസി ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യാദ്യം എന്ന് പറയുന്നത് ഒരു പണി ചെയ്യാൻ എന്റെ അമ്മ പറയില്ലായിരുന്നു, ഇന്ന പണികൾ ചെയ്യാൻ പറയില്ലായിരുന്നു. പക്ഷെ കാലക്രമേണ എല്ലാ പണികളും എന്റെ ആൻസി കാലക്രമേണ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ അമ്മച്ചി അങ്ങനെ പണികളെല്ലാം ചെയ്യുമ്പോൾ ആവശ്യത്തിന് ആകാരമൊന്നും എന്റെ അമ്മച്ചി കൊടുക്കുകയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവമക്കളെ ഞാൻ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില്. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമുക്ക് എവിടെയെങ്കിലും, നമ്മുടെ കയ്യിൽ കാശില്ല, നമുക്ക് ജീവിക്കുന്നതിന് പണം വേണം, അതിനുവേണ്ടി ഞാൻ പണിക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഈ കല്യാണത്തോടനുബന്ധിച്ച് ഒരു പണിയും തരില്ലായിരുന്നു, എനിക്ക് തരില്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടെയുള്ള എസ്റ്റേറ്റ് മേഖലയിൽ ഒന്നും പണി എനിക്ക് തരില്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടെ ശക്തമായ ആ, രാഷ്ട്രീയമായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അത് ഒരു ഹിന്ദു പെണ്ണിനെ പള്ളിയിലേക്ക് വെച്ച് കെട്ടിയ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് എന്തോ മനസ്സിനെന്തോ ഭയങ്കര ഒരു ഇതായിട്ട് ഭയങ്കര ശത്രുത പോലെ ആയിപ്പോയി. എനിക്കൊരു പണി തരുമോ, എനിക്കൊന്നും തരില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഞാൻ ഈ ആൻസിയെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു ധാരണയായിരുന്നു അവിടെ എല്ലാവർക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നതാണ്, ദൈവം ഇടപെട്ട് തന്നതാണ്. എനിക്ക് ദൈവം തന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും സന്തോഷവും സമാധാനവും എനിക്കുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു പല കാര്യത്തിലും. കാരണം ഞാനൊരു 25 കിലോമീറ്റർ 30 കിലോമീറ്റർ അപ്പുറയാണ് ഞാൻ പണി അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് പണി കിട്ടിയത്. പക്ഷെ അവിടെ ബസ് സൗകര്യങ്ങളൊക്കെ കുറവായ ഒരു കാലഘട്ടമായിരുന്നു. വെളുപ്പിന് അതായത് 4 മണിക്ക് മറ്റൊരു ബസ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്, അതായത് നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്ന ഒരു ബസ്സായിരുന്നു അത്, നാട്ടിലേക്ക് വരുന്നൊരു ബസ്സായിരുന്നു. അങ്ങനെ ആ ബസ്സിന് ഞാൻ അതായത് 4 മണിക്ക് കയറ്റി പണിക്ക് പോകും. പക്ഷെ വൈകുന്നേരം ചിലപ്പോൾ നടന്നാണ് വരുന്നത്. വൈകുന്നേരം ചിലപ്പോൾ 10 മണി 11 മണിയൊക്കെ ആയി വേണം വീട്ടിൽ വരുന്നത്. ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്റെ ആൻസിയുടെ മുഖം എന്ന് പറയുമ്പോൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മുഖമൊക്കെ വാടിയിരിക്കും. അപ്പൊ ഞാൻ കരുതുന്നത് പണിയൊക്കെ എടുത്ത് മുഖം ഇങ്ങനെ വല്ലാത്ത ക്ഷീണമായിട്ടിരിക്കണമെന്ന് പറയും. പിന്നെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പണിക്ക് പോകും. അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന കാലമാണ്. എന്റെ വീട്ടില് പല പല പ്രശ്നങ്ങളും, അതായത് അമ്മച്ചി ആഹാരം കൊടുക്കുകയില്ല, അങ്ങനെ വിശപ്പ് മാറാവുന്ന രീതിയിൽ ആഹാരം കൊടുക്കത്തില്ല, എല്ലാ പണികളും അമ്മച്ചി ചെയ്യിക്കും. അങ്ങനെയുള്ള ഒരു സ്നേഹമില്ലായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പൊക്കോളൂ എന്നാണ് എന്റെ അമ്മച്ചി ഓർത്തത്. കാരണം വെച്ചാല് അതുപോലെ ഒരു ക്രൂരമായ ഭാവമായിരുന്നു. ഇതൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അറിഞ്ഞില്ല. പിന്നീട് അങ്ങനെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അങ്ങനെ ഒരു ദിവസം പണിയില്ലാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കുകയാണ്. അതായത് എല്ലാ ആഹാരം ഉണ്ടാക്കണം, ആൻസി ഉണ്ടാക്കണം. അതായത് പശുക്കൾക്ക് വെള്ളം, അതായത് അന്ന് മോട്ടറൊന്നുമില്ല, താഴെയാണ് വെള്ളം, അതായത് താഴെ അതായത് പുഴയറിമ്പിലാണ് കിണർ, അവിടുന്ന് വെള്ളം ചുമന്ന് കൊണ്ടുവന്നാണ് ഈ കന്നാലിക്കൊക്കെ വെള്ളം കൊടുക്കുന്നത്. വളരെ കഷ്ടപ്പാടിന്റെ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ആഹാരമെല്ലാം കഴിക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പോൾ അതായത് ഒരു മീൻ, അതായത് അന്ന് അയില, ഞാൻ ഓർക്കുന്നുണ്ട്, അയിലയാണ്, അയില മീൻ കറി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു പിഞ്ഞാണിക്കകത്ത് നിറച്ച് മീൻ കറി ഇരിക്കണം. എന്തായാലും ഞാനൊരു ചുമ്മാ ഒരു കഷ്ണം മീൻ ചുമ്മാ ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ അടി മൊത്തം പുളിയും ചെറിയ ചാറും ഉണ്ടായിരുന്നുള്ളൂ. പുളി, അതായത് മീൻ വെച്ച് കൊടംപുളി, ഇത് പറഞ്ഞ ശരിയാണെന്ന് അറിയില്ല, ഞാൻ പറയാ എന്നാലും പറയാ. ഈ കൊടംപുളി കഷ്ണങ്ങളെല്ലാം അടി പറക്കി ഇട്ടിട്ട് അതിന്റെ അകത്തേക്ക് ഒരു കുഞ്ഞു കഷ്ണം മീൻ കഷ്ണം വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആരും നോക്കിയാലും കറി അതായത് പാത്രം നിറച്ച് കറി ഇരിക്കും. അങ്ങനെയുള്ള ദ്രോഹമായിരുന്നു എന്റെ അമ്മച്ചി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇവിടെ പണികളെല്ലാം ചെയ്യുന്നത് ആൻസിയല്ലേ, അപ്പൊ ആഹാരെങ്കിലും കൊടുക്കത്തരുത് എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം പറയേ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അമ്മച്ചി പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അമ്മച്ചിയും അവിടെയുള്ള അയൽവക്കംകാരും ഈ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒറ്റ കൈയായിട്ടുണ്ടാണ്, എങ്ങനെയെങ്കിലും ദ്രോഹിക്കാമോ, അങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പൊക്കോളൂ എന്നാണ്. അങ്ങനെ ഒരു കാലമായിരുന്നു. എന്തായാലും ദൈവമക്കളെ, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് അതായത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ വേറെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു കാര്യം ചെയ്തു, പണിക്ക് പോകാതെ തന്നെ പിന്നെ എന്ത് ചെയ്തു വെച്ചാല് അവിടെ ഞങ്ങളുടെ ആ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ
ഇഷ്ടംപോലെ അതായത് തടി അറുപ്പുകാർ വന്നിട്ടുണ്ടായിരുന്നു. തടി അറുപ്പുകാർ എന്ന് പറഞ്ഞാൽ, അതായത് തടി അറുപ്പ് എന്ന് പറഞ്ഞാൽ അത് പലക, നമ്മുടെ വീടിനുള്ള ഉരുപ്പിടികൾ അറക്കുന്നതാണ്. അപ്പൊ ഞാൻ അവിടെ അവർക്ക് കഞ്ഞി വെക്കാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടി, കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ ആ കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ടുള്ള സമയത്ത് കഞ്ഞി വെച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞ് മിച്ചം വരുന്ന സമയത്ത് അവർ എന്നെ കുറച്ച് ആ പണിയെല്ലാം പഠിക്കാനായിട്ടൊരു ഇട വന്നു. ഞാൻ അങ്ങനെ പണി, അതായത് നാഗരൂപതർ എന്ന് പറയും, നാഗരൂപയിൽ വന്നവരാണ് അവർ. 3-4 ജോഡി വാളുകാരുണ്ടായിരുന്നു. അപ്പം അവർക്ക് ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുത്ത സമയത്ത്, ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പണികൾ പഠിക്കാൻ തുടങ്ങി. അതിന്റെ കണക്കും കാര്യങ്ങളും, തടിയറപ്പ്, അങ്ങനെ തടിയറപ്പ് പഠിച്ചു. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് ദൈവമക്കളെ, ഞാൻ ആ നാട്ടില് ഒരു 50-ൽ മുകളിൽ വീടുകൾക്ക് ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പണിത് അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ 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 ഇരിക്കുന്ന കാലഘട്ടത്തിലാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു, അതായത് എപ്പോഴും ഒരു സ്വപ്നം കാണുവാണ്. കൃഷി ചെയ്യാൻ പറഞ്ഞ് ഞാൻ എപ്പോഴും ഒരു സ്വപ്നം കാണുന്നു. അതായത് വിശാലമായ കുറെ സ്ഥലങ്ങളാണ് എന്നെ കാണിച്ചു തരുന്നത്. അതായത് ആ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞ് ഞാനൊന്നും കാര്യമാക്കിയില്ല. പിന്നീട് നിരന്തരമായി ഇങ്ങനെ കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആൻസിയോട് പറഞ്ഞു, ഇങ്ങനെ കാണുന്നല്ലോ ആൻസി. അന്നേരം ആൻസി ഇങ്ങനെ ആലോചിച്ചു നോക്കി. ആൻസി ആ ഏരിയയിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്, എസ്റ്റേറ്റ് മേഖലയിൽ. അപ്പൊ ആൻസി പറയും, ഇന്ന സ്ഥലമാണല്ലോ കാണുന്നത്, ആ സ്ഥലമാണ് ഇങ്ങനെ ഭയങ്കര കരിങ്കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണല്ലോ, അത് അവിടെ ഒന്നും കയറി തെളിക്കാൻ നമ്മളൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും നിരന്തരമായിട്ട്, അതായത് ഞാൻ ആൻസീനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, അതുപോലെ ഒരു ഇതായിരുന്നു ഈ ഇവിടെ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് ഇഞ്ചി കൃഷി ചെയ്യാൻ പറഞ്ഞാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാനും ആൻസിയും ചെന്നിട്ട് ആ എസ്റ്റേറ്റിന് ചോദിച്ചു. ആദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ എസ്റ്റേറ്റുകാർ പറഞ്ഞു, അത് അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, ഇത് ഈ മാരേജ് മേഖലയിൽ ജനങ്ങൾ കയറിയ സമയങ്ങളിൽ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മരിച്ച് അടക്കിയത്, അവിടെയാണ് ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം അവർ തന്നില്ല. ഞാൻ നിരന്തരമായി എന്റെ സ്വപ്നങ്ങൾ കാണുന്നു, നിരന്തരമായി ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു. ലാസ്റ്റ് അവിടുത്തെ മാനേജർ പറഞ്ഞു, ഇത് ശല്യമായി പോയില്ലോ, ഈ പയ്യനെ കൊണ്ട് വലിയ പാടായില്ലോ. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, മുതലാളി പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാംകോ എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിൽ മുതലാളി ഒന്നും അവിടെ വന്നിട്ടില്ല, ആ എസ്റ്റേറ്റ് കാണാനേ വന്നിട്ടില്ല. അവിടെ എല്ലാം ജനറൽ മാനേജർമാരൊക്കെയാണ്. 2000-ഓളം തൊഴിലാളികളുള്ള ഒരു എസ്റ്റേറ്റ് ആണ്, വലിയൊരു എസ്റ്റേറ്റ് ആണ്. പക്ഷെ അവിടെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മുതലാളി വന്നിട്ട് മുതലാളി ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളപ്പം വീട്ടിലിരുന്ന് ഞങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ് മുട്ടിമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ മുതലാളി വരണമേ, മുതലാളി വരുന്നു, ഞങ്ങൾക്ക് ചോദിക്കാനൊരു അവസരം തരണമേ എന്ന് പറഞ്ഞിട്ട് ആൻസി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൻസി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത്, അതായത് രാജപാളയത്തിൽ നിന്നും എസ്റ്റേറ്റ് കാണാനായിട്ട് മുതലാളി വരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞു. അപ്പൊ മുതലാളി വരുന്നതിന് 2 മാസം മുന്നേ അവിടെ ആ റോഡുകൾ ക്ലിയർ ആക്കണം, എസ്റ്റേറ്റിന്റെ എല്ലാ പണികളും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ആ എസ്റ്റേറ്റിൽ ആര് ചെന്നാലും അവർക്ക് പണി കിട്ടും. അങ്ങനെ ഞങ്ങളും അവിടെ പണി ചെയ്യാനായിട്ട് അവിടെ ചെന്നു. അങ്ങനെ അവിടെ പണി ചെയ്യാനായിട്ട് അങ്ങനെ ഈ പണിയൊക്കെ ചെയ്ത്, അങ്ങനെ ആ കാലഘട്ടത്തിലാണ് പണിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന സമയത്ത് മുതലാളി വന്നു. സ്തോത്രം. അങ്ങനെ മുതലാളി വന്നു കഴിഞ്ഞ് ഇപ്പം മുതലാളി വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവമേ സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കും, ആഹാരം കൊടുക്കും. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 100 ആടിനെ കശാപ്പ് ചെയ്താണ് ആഹാരത്തിന് വേണ്ടിയിട്ട് ഇറച്ചികളെല്ലാം അയക്കുന്നത്. അത് അവിടെ ഇറച്ചിക്ക് ഭക്ഷണം കൊടുക്കും, പച്ചക്കറിയുടെ ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവിടെ. പപ്പടം, പഴം, പായസം, അങ്ങനെയാണ് അവൾ ആഹാരം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളത് മേടിക്കാനായിട്ട് ഈ ഭക്ഷണം കഴിച്ച്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുതലാളിനെ കണ്ട് ഞങ്ങളുടെ ഈ കാര്യം ഒന്ന് പറയണം, ഞങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാനായിട്ട് ഈ സ്ഥലം തരുമോ എന്നൊന്ന് ചോദിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായി കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെ ആവശ്യമായി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതായത് തുണികൾ കൊടുക്കും, പലഹാരങ്ങൾ കൊടുക്കും, തുണികള് പലഹാരങ്ങളെല്ലാം കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുതലാളിയാണ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വീട്ടിൽ തമിഴ്, തെലുങ്ക് അങ്ങനെ കുറച്ച് സംസാരിക്കാൻ അറിയാം. അദ്ദേഹം തെലുങ്കുകാരനായിരുന്നു. രാജപാളയത്തുള്ള ഒരു ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ട ഒരു മുതലാളിയാണ്. അദ്ദേഹത്തോട് ഞാൻ തെലുങ്കിൽ പറഞ്ഞു. അന്നേരം അത് പറഞ്ഞ് അദ്ദേഹം എന്നോട് കൈകൊണ്ട് കാണിച്ചു. പിന്നെ പറയാമെന്ന് കൈകൊണ്ട് കാണിച്ചു. എന്നിട്ട് ഞങ്ങളത് മാറി നിന്നു അവിടെ. എന്നിട്ട് അവരോരുത്തർക്ക് പറഞ്ഞു, അവിടെ 12,000 തൊഴിലാളികൾക്ക് ഈ ഭക്ഷണം കഴിച്ചു
കഴിയുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കും. പൈസയും തുണിയാണ് മുതലാളി കൊടുത്തത്, മുതലാളിയുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കും. അങ്ങനെ അത് ഓരോരുത്തർ വാങ്ങിച്ചു അങ്ങനെ ഇരുന്നിരുന്ന സമയം 6 മണിയായി, 6:30, 7 മണിയായി. അങ്ങനെ കാലഘട്ടം ഞങ്ങൾ മാറിയിരുന്നു. ദൈവമേ, പിന്നെ ആട്ടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലോ, അത് ഓർത്ത് ഞങ്ങൾ മാറിയിരുന്നു. ലാസ്റ്റ് കഴിഞ്ഞപ്പോ ഒരു സൂപ്പർവൈസർ വന്ന് പറഞ്ഞു, നിങ്ങളെ മുതലാളി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 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 മുതലാളി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അപ്പൊ മാനേജർ പറഞ്ഞു, ഈ പയ്യൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവിടെ കിടക്കുന്ന സ്ഥലമാണ്, ഇതുവരെ ആരും തെളിക്കപ്പെടാത്തൊരു സ്ഥലമാണ്. ഉദ്ദേശം ഒരു 2-3-4 ഏക്കർ സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ കൊടുക്കാവോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം മുതലാളി ചോദിച്ചു, നീ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബിസിനസ്സുള്ളതാണ്, എനിക്ക് കൃഷിപ്പണിയാണ്, ഞാൻ അവിടെ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം മുതലാളി എന്തായാലും ആലോചിച്ച് പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലേക്ക് കയറി പോന്നു. വീണ്ടും പിന്നെ ഞങ്ങൾ ചെന്ന് ഈ എസ്റ്റേറ്റ് ചോദിക്കാൻ കഴിയുമ്പോൾ മുതലാളി പറഞ്ഞായിരുന്നല്ലോ, കൃഷി ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, അത് തെളിക്കാതെ കിടക്കുന്നതാണല്ലോ, അത് തെളിക്കുവാണെങ്കിൽ തെളിച്ച് പോട്ടെ. അപ്പൊ മുതലാളി ചോദിച്ചു, എന്താണ് അവിടെ തെളിക്കാത്തതെന്ന് ചോദിച്ചു. അവിടെ ചോദിച്ചു പറഞ്ഞു, ആരും അവിടെ പോകത്തില്ല, ഇവിടെയുള്ള പണിക്കാരും അവിടെ തെളിക്കാൻ പോകില്ല, ഭയമാണ്. ആ ഭയമാണ്, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അങ്ങനെ തെളിക്കില്ല, അത് വെച്ചാൽ മനുഷ്യനെ ചുടുകാടാണ്, അത് തെളിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ തെളിക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് ഞാൻ തെളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ മുതലാളി പറഞ്ഞു, അത് തെളിക്കുമെങ്കിൽ തെളിച്ചോളാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നോട് പറഞ്ഞു, അവിടുത്തെ എസ്റ്റേറ്റിലെ ഓണർ ഇഞ്ചി അതായത് കൃഷി ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ കാടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഞെട്ടിപ്പോയി. എന്താന്ന് വെച്ചാൽ അതുപോലെ കാടാണ്. ആ കാട്ടിലേക്ക് കടക്കാനോ എടുക്കാനൊന്നും പാടില്ല, കാരണം 100 വർഷമായിട്ട് തെളിക്കാതെ കിടക്കുന്ന ഒരു കാടായിരുന്നു അത്. എന്തായാലും ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്ന അറിയാവോ, കുറച്ച് നിലത്ത് ഇരുന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്കൊരു കൃഷി ചെയ്യാനായിട്ട് നീ കാണിച്ചു തരുന്ന സ്ഥലം ഇതാണല്ലോ, ഇതിനൊരു തീരുമാനമാക്കി തരണമേ എന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ പയ്യെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പയ്യെ കുറച്ച് കാടെല്ലാം വെട്ടി തെളിച്ച് പയ്യെ കുനിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. എന്താന്ന് വെച്ചാൽ സ്തോത്രം, അതിന്റെ ഉള്ളിലേക്ക്, അതായത് നമ്മുടെ കാലിന്റെ മുഴുപ്പുള്ള പൊങ്ങിണിയും ഇഞ്ചിയും ഈ കൂമുള്ളുമായിരുന്നു. ബാക്കി മുകളിലേക്ക് പടർന്നു കിടക്കുന്നു. അടിയിലേക്ക് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞു നടക്കും എടുക്കും ഒക്കെ ചെയ്യാം. അങ്ങനെ ഞാനത് വാക്കത്തിൻ കോടാലികളൊക്കെ ആയിട്ട് അതിന്റെ കുറ്റികളെല്ലാം ഞാൻ വെട്ടി. അതായത് ഒരാഴ്ച ഞാൻ അങ്ങനെ ഒരാഴ്ചയോളം പിടിച്ചു അതെല്ലാം വെട്ടി. അങ്ങനെ ഞാൻ വെട്ടി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പയ്യെ വാടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് തീ ഇടാന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ചിന്ത വന്നു. എന്തായാലും ഞാൻ തീ ഇടാൻ വേണ്ടിയിട്ട് തീ ഇടാമെന്നുള്ള കണക്കൂട്ടിന് ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഞാൻ ചുറ്റും അത് തെളിച്ചായിരുന്നു. കാരണം തീ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബൗണ്ടറി തെളിച്ചായിരുന്നു. എന്നിട്ടാണ് തീ ഇടാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ തീ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ തീ ഇടാൻ കണക്കൂട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൊ എന്ന് പറഞ്ഞാല് അവിടെ മന്നാൻ കോളനി സെറ്റിൽമെന്റ് എന്ന് പറയുന്ന കോളനി ഉണ്ട്. അവിടെ മന്നാന്മാർ താമസിക്കുന്നത്. അത് ദൈവമക്കളെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. മന്നാന്മാരെന്ന് പറയുന്ന അപ്പൊ അവരങ്ങനെ അവിടുത്തെ മൂപ്പൻ വർത്താനം പറയാനായിട്ട് ഇട വന്നു. എനിക്ക് മൂപ്പനായിട്ട് സംസാരിച്ചിട്ട് മൂപ്പൻ ഒരു മോനെ, ഇങ്ങനെ ഇത് തീ ഇട്ട് കഴിഞ്ഞാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏലത്തോട്ടത്തിലേക്ക് തീ പടരാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെയല്ല തീ ഇടേണ്ടത്. തീ ഇടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, 4 സൈഡിൽ നിന്ന് നമുക്ക് തീ ഇടണം, എങ്കിൽ മാത്രമേ 4 സൈഡിൽ കത്തി നടുക്കായിട്ടും കെട്ടുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തും കൂടെ കൂടി, അതായത് ഞാൻ ഓർക്കുന്നുണ്ട് ദൈവം സഹായിച്ചതാണെന്ന്. നല്ലപോലെ ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ദൈവം തമ്പുരാനെ ഇടപെട്ട് സഹായിച്ചതാണ്. കാരണം ആ സമയത്ത് ആ മൂപ്പൻ, അതായത് ആ ആദിവാസി മൂപ്പൻ അവിടെ കടന്നു വരുവാനും ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാനും ഒരു ഇടയായി. അത് ദൈവത്തിനെ കൊണ്ടാണ് സാധ്യമാവുള്ളൂ. ദൈവമാണ് അവിടെ ആ ഉപദേശി അവിടെ ആ മൂപ്പനെ കൊണ്ടുവന്നത്. അങ്ങനെ ആ മൂപ്പൻ അവിടെ വരുകയും അങ്ങനെ ഞങ്ങൾ തീയിട്ടു. എന്തായാലും തീയെല്ലാം തീ കെട്ടത് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ ആ തീയെല്ലാം പയ്യെ കെട്ടുകയൊക്കെ ചെയ്തത്. എന്തായാലും കെട്ട് കഴിഞ്ഞപ്പോൾ ചാരമായിരുന്നു. ആ പ്രദേശം മൊത്തം ചാരമായിരുന്നു. അതുപോലെ ഇതായിരുന്നു. എന്തായാലും ആ ചാരെല്ലാം തുടച്ചു മാറ്റി വാരി കൂട്ടി ഞങ്ങള് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ആ വെള്ളമൊന്നും ചാടി തറയാതെ നല്ല പുഷ്പം പോലെ പൂ പോലെ ഇരിക്കുന്ന മണ്ണ്. സൂപ്പർ മണ്ണായിരുന്നു. നല്ല വളത്തോടും അതായത് ചാണകപ്പൊടി പോലെ കിടക്കുന്ന മണ്ണായിരുന്നു. ആ മണ്ണിൽ ഞങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിരുന്ന ഇഞ്ചിയൊന്നും അതിന്റെ ഒരു മൂല നടാൻ കൂടി ഇല്ലായിരുന്നു. എന്തായാലും അതായത് ഭയങ്കര അകത്തി നട്ടു. കാരണം വെച്ചാല് ഒരു ചെടിക്ക് 1 മാർ അകലത്തിലാണ് ഞങ്ങൾ ഒരേ കഷ്ണം ഇഞ്ചി നട്ടിട്ട്. എന്നിട്ട് ഞങ്ങൾക്ക് തികഞ്ഞില്ല. അപ്പൊ ഞങ്ങളെ എസ്റ്റേറ്റിലെ മാനേജരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ടുണ്ട്, കുറച്ച് പൈസ തരാവൂ. എന്തായാലും അദ്ദേഹം ഞങ്ങൾക്ക് പൈസ തന്നു ഇഞ്ചി മേടിക്കാനും. പിന്നെ അദ്ദേഹം ആ എസ്റ്റേറ്റിൽ നിന്ന് വളം തന്നു. അങ്ങനെ ഇഞ്ചി എല്ലാം നട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ കാണാൻ വരാൻ തുടങ്ങി. കാരണം ബാബുവിന്റെ ഇഞ്ചി കൃഷി ഞാനത് തെളിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു
താല്പര്യമായി പോയി. കാരണം വെച്ചാൽ അത് ആരും തെളിക്കുന്നതല്ലായിരുന്നു. ആൾക്കാർ പലതും പറയുന്നത് തെളിച്ചു കഴിഞ്ഞാൽ രോഗം വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ തെളിച്ച് ഇഞ്ചി നട്ട് ഇഞ്ചി 1 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി ഭയങ്കരമായിട്ടും ഇഞ്ചിയുടെ തണ്ട് നല്ല കൈയുടെ വണ്ണത്തിൽ ഒരാളി പൊക്കത്തിലൊക്കെ തണ്ട് വന്നു ഭയങ്കരമായിട്ട് ഇഞ്ചി അങ്ങ് വിളഞ്ഞു. അപ്പൊ ആ വർഷമാണ് ഞങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള ഇഞ്ചി കർഷകൻ എന്നുള്ള അവാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് ആ അവാർഡ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇഞ്ചി പറിച്ചു. ഇഞ്ചി പറിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു മതിയോ, അതായത് ഇഞ്ചി പറിച്ചിടാൻ വേണ്ടിയിട്ട് ആ എസ്റ്റേറ്റിൽ ഒരു ലൈൻസ് തന്നെ ഞങ്ങൾ തന്നു. ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10-20ഓളം വീട്ടുകാർ താമസിക്കുന്നതാണ് ഒരു ലൈൻസ്. ആ ലൈൻസ് മൊത്തം ഞങ്ങൾക്ക് തന്നു ഇഞ്ചി പറിച്ചിടാനായിട്ട്. അതല്ല ആ ലൈൻസ് ഫുള്ളായിട്ട് നിറഞ്ഞ് ഞങ്ങൾക്ക് ഇഞ്ചി ഉണ്ടായി. അതിന്റെ വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 100 മേനിയല്ല, എനിക്ക് തോന്നണ അതായത് 1000 മേനിയായിട്ട് അത്രയും ഭയങ്കരമായിട്ട് വിളവ് തന്നു. ആ ഇഞ്ചി കൃഷിയോടുകൂടി ഞങ്ങളുടെ ദൈവം നേരിട്ട് ഇടപെട്ട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ സഹായിച്ചു. ആ സ്തോത്രം. അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങൾക്ക് അതായത് ആ ഇഞ്ചി വിറ്റ് കഴിഞ്ഞപ്പം അന്നത്തെ സമയത്ത് ഒരു 10 ലക്ഷം രൂപ മുകളിൽ ഇഞ്ചി ഞങ്ങൾക്ക് അവിടുന്ന് ഇഞ്ചി കിട്ടി. ഒരു 100 തുല ഇഞ്ചി വിത്ത് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആ ഇഞ്ചിയോടുകൂടി ഞങ്ങളുടെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി. അങ്ങനെ ഇഞ്ചി എല്ലാം പറിച്ച് വിറ്റു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ എസ്റ്റേറ്റിൽ തന്നെ പണി കിട്ടി. എനിക്ക് ആ എസ്റ്റേറ്റ് സൂപ്പർവൈസറായിട്ട് പണി കിട്ടി. പിന്നെ ആ മുതലാളിക്ക് ഭയങ്കര ഒരു സന്തോഷമായി പോയി. കാരണം తెలిയാതെ കിടന്ന സ്ഥലത്ത് അവിടെ ആ കൃഷി ചെയ്തപ്പോൾ തന്നെ എന്തോ എനിക്കൊരു വിലയായി മാറി അവിടെ. അങ്ങനെ ആ എസ്റ്റേറ്റ് സൂപ്പർവൈസറായി. പിന്നെ മാനേജറിനോടായാലും ഞാൻ പറയുന്ന പോലെ ആയിരുന്നു അവിടെ. അങ്ങനെ സൂപ്പർവൈസർ വേല ചെയ്ത് അങ്ങനെ വർഷങ്ങളോട് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ കഴിയുന്നു. അങ്ങനെ കഴിയുമ്പോഴാണ് എന്റെ മോൻ ജനിക്കുന്നത്. എന്റെ മോൻ ജനിച്ച് മോനെ പള്ളിയിൽ കൊണ്ടുപോയി മാമൂസയുടെ മുക്കി ഒരു വയസ്സിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനൊരു ജലദോഷപ്പനി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾക്ക് കല്ലാറ് മെഡിക്കൽ വിഷൻ എന്ന് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അയച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നോട് ഡോക്ടറെ കൊച്ചിന് നോക്കിയപ്പോൾ പറഞ്ഞു കൊച്ചിന് ന്യൂമോണിയാണ്, ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു. ന്യൂമോണിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പക്ഷെ ന്യൂമോണിക്ക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തെങ്കിലും കൊച്ചു നാൾ ചെല്ലുന്തോറും കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു. മേലെല്ലാം തടിച്ചു പൊട്ടി ഭയങ്കരമായിട്ട് ചൊറികൾ പോലെ വന്നു. ആകെപ്പാടെ അതായത് നല്ല വെളുത്തൊരു മോനാണ്. പക്ഷെ കൊച്ചു കരിക്കട്ട പോലെ കറുത്തുപോയി. പക്ഷെ ഞങ്ങൾക്ക് എന്താണെന്നത് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ കൊച്ചിനെ പെട്ടെന്ന് തന്നെ ഒരു ഐസിയുവിലേക്ക് മാറ്റി ഞങ്ങൾ കൊച്ചിനൊന്ന് കാണിക്കാൻ പോലും ഇടപെടാത്തൊരു അവസ്ഥയിലൊക്കെ അങ്ങനെ വന്നിരുന്നു. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞു, ഇവിടുന്ന് കൊച്ചിനെ മാറ്റണം, അല്ലെങ്കിൽ നിന്റെ കൊച്ചിനെ ജീവനോട് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ കരുണ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ എറണാകുളത്തും ലിസി ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു, ജനറൽ സ്പെഷ്യലിസ്റ്റ്. ആ ഡോക്ടർ ഒരു ദിവസം ബുധനാഴ്ച ദിവസം അവിടെ വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ അതായത് ഒച്ച എടുത്ത് കൊച്ചിനെയും കൂടി ഞങ്ങൾ പോകുന്നു. അവിടുന്ന് ഇവിടെ ചികിത്സിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് കണ്ട് ആ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് വെച്ചു മനസ്സിലായി ഈ കൊച്ചിന് അത് അലർജി ആയിരുന്നു. വെച്ചാൽ ന്യൂമോണിയ ഇല്ലാതെ ന്യൂമോണിയക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഡോക്ടർ. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഈ കൊച്ചിന്റെ അസുഖം കൂടി ഞങ്ങൾ ഒരു 7 വയസ്സ് ഓരോ കഠിനമായി ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്നു. അത്യാവശ്യം വായ്പ മേടിച്ചു, കിട്ടാവുന്നവർന്നൊക്കെ മേടിച്ച് ചികിത്സിച്ചു. എന്നിട്ടും കൊച്ചിന് കുറവ് വന്നില്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് അപ്പൊ പല ആൾക്കാരും പല രീതിയും പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യജാതി പെണ്ണിനെ കെട്ടിയിട്ടാണ് ഇങ്ങനെ ഗതി വന്നിരിക്കുന്നത്. അവരുടെ കാരണന്മാര് കയറി ഇടപെടുന്നതാണ്. കാരണന്മാര് കയറി ഇടപെടണമായത്. നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപറ്റ ആൾക്കാർ ചോദിക്കും. ഇനിയായാലും കുഴപ്പമില്ല, നീ ഉപേക്ഷിച്ചിട്ട് പോരെ, ഞങ്ങളിന്റെ ഉള്ളത്. പിന്നെ അവളുടെ വഴിക്ക് പൊക്കോളൂ, അവളെ കൊച്ചിന് നീ മുന്നോട്ട് ഇട്ടിട്ട് വാ, നിനക്ക് വേറെ ജീവിക്കാൻ പാടില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ, എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും വരത്തില്ല. എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷിക്കണം, എന്റെ ഭാര്യനെ എനിക്ക് രക്ഷിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, അതായത് അവിടെ ഒരു മനുഷ്യനോട് പറഞ്ഞു, ഇവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ട്, ആ മുസ്ലിം പള്ളിയിൽ പോയി അതായത് 100 ഓതി തരും അവര്. അവിടെ പറഞ്ഞാൽ മതി, ആ 100 ഓതി കിട്ടിക്കഴിഞ്ഞാല് നിന്റെ കൊച്ചിന്റെ അസുഖം മാറും എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തെ ആ അവസ്ഥയിൽ ആൾക്കാർ ആരെന്ത് പറഞ്ഞാലും കേട്ടു പോകും. അതുപോലൊരു അവസ്ഥയാണ്. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, എന്റെ കയ്യിൽ കാശില്ല, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം തീർന്നു, അത്യാവശ്യം കിട്ടുന്നവർക്കൊക്കെ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ മുസ്ലിം പള്ളിയിൽ പോയി
പറഞ്ഞു കഴിഞ്ഞപ്പോ മുസ്ലിം പള്ളിയിലെ പുള്ളി എനിക്കൊരു ചരട് എന്തൊക്കെയോ ചെയ്തു തന്നു. ഞാനത് കൊണ്ടുവന്ന് കൊച്ചിന്റെ കൈ കെട്ടി. പക്ഷെ ഒരു പ്രയോജനം ഒന്നും ഉണ്ടായില്ല. അതിൽ നിന്നും ഒരു മോചനം ഒരു കുറവും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ വലിയ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. അങ്ങനെ അതായത് ഞാൻ ഓർക്കുന്നു, കരുണ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ഞാൻ പോയി മാറി നിൽക്കുമായിരുന്നു. ദൈവം സ്തോത്രം സ്തോത്രം മാറി നിൽക്കുമായിരുന്നു. കാരണം വെച്ചാൽ ലാസ്റ്റ് പാത്രത്തിന്റെ അടിമട്ട് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് 4 പറ്റുണ്ടാവും. ആ പറ്റിങ്ങനെ ഇട്ട് തന്നെ കൊച്ചിനും എന്റെ ഭാര്യയ്ക്കും എനിക്കും കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. അങ്ങനെ ഞാൻ എടുത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കഴിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. കാരണം വെച്ചാല് ഞാൻ എന്നും വൈകുന്നേരം എല്ലാവരും ആഹാരം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ആഹാരം എടുക്കാൻ പോയി ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഒരാൾ പറഞ്ഞു, അതായത് അവിടെ ഈ ആശുപത്രിയുടെ തൊട്ട് താഴെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് പോവുകയാണെങ്കിൽ നിന്റെ ഈ കൊച്ചിന്റെ അസുഖം മാറും എന്നൊരാൾ പറഞ്ഞു. എന്തായാലും ഞാൻ അതും ചെയ്തു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ശാന്തിക്കാരൻ എന്നോട് പറഞ്ഞു, അതായത് വെറ്റിലയും അടയ്ക്കയും തേങ്ങയും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ കാശില്ല. ഞാനത് അടുത്ത ആശുപത്രി കിടന്ന ഒരു മനുഷ്യനോട് 2 രൂപ വായ്പ മേടിച്ച് ഞാൻ വെറ്റിലയും തേങ്ങയൊക്കെ മേടിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളി പ്രശ്നമൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വരച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിന്റെ, അതായത് നിന്റെ ഭാര്യയുടെ, അതായത് കൊച്ചിന്റെ വില്ലപ്പന്റെ ശല്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു ഹോമം നടത്തണം. ആ ഹോമം നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കൂടെ വന്ന ആ മനുഷ്യന് മനസ്സിലായി ഇത് വേണ്ട. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി ഹോമം നടത്താനൊന്നും എനിക്ക് പ്ലാനില്ല. ഞാൻ അങ്ങനെ നിരാശപ്പെട്ട് അങ്ങനെ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോഴാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു മനുഷ്യൻ, സ്തോത്രം സ്തോത്രം, അങ്ങനെ 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 ആ മനുഷ്യനോട് പറഞ്ഞു, അതായത് ഈ തങ്കമണി നാലുമുക്കിൽ ഒരു ആരാധനയുണ്ട്. അവിടെ ഒരുപാട് രോഗശാന്തികളൊക്കെ ഉണ്ട്. അവിടുത്തെ പാസ്റ്റർ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി കിട്ടുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. കഴിയുമെങ്കിൽ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. പക്ഷേ പോകാനൊന്നും വണ്ടിക്കൂലി ഇല്ലെങ്കിലും അദ്ദേഹം തന്നെ എനിക്ക് വണ്ടിക്കൂലി തന്നു. കാരണം അന്ന് ചീപ്പാണ് അങ്ങോട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാനും എൻ്റെ മോനെ, അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ ആൻസിയും കൂടി ഞങ്ങൾ അവിടെ ചെന്ന് കാരണം ആരാധന തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നേ. പക്ഷെ എങ്കിലും ഞങ്ങൾ അവിടെ പുറയിൽ നിന്ന് ആരാധനയോടും കൂടി ലാസ്റ്റ് കൊച്ചിന്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വലിയൊരു കാരുണ്യമായി പോയി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിന്റെ അസുഖത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ചൊറികളൊക്കെ പയ്യെ വാടാൻ തുടങ്ങി. അതായത് ഇനി അവിടുന്ന് അതായത് വെള്ളം പ്രാർത്ഥിച്ച് ഒരു കുപ്പിയിലാക്കി തന്നു. ആ വെള്ളം മേത്ത് തേച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി കുറവുകൾ വന്നു. കൊച്ചി എപ്പോഴും അതിൽ കണ്ണ് തുറക്കില്ലാണ്ട് കണ്ണിന് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുവായിരുന്നു. വെച്ചാല് ഈ ചൊറികൾ പോലെ വന്നിട്ട് കണ്ണെല്ലാം കറുത്തു പോയായിരുന്നു. എന്തായാലും കണ്ണ് കൊച്ചു തുറന്നു. ഭയങ്കര സമാധാനമായി. പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾ പിന്നെ ഒരു 6 മാസത്തോളം കാലം ഞങ്ങൾ അവിടെ പോവായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ആരാധന പോകും. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ, അമ്മച്ചി ഇങ്ങനെ ഞാൻ കറി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചി, അതായത് കറി ആഹാരം ഒന്നും മാനസിക്ക് കൊടുക്കാതെ വന്ന കാലം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്റെ മനസ്സിൽ തോന്നി, ഇനി നമ്മളിവിടെ കിടന്നിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ തുറന്ന് 1-2 പറഞ്ഞ വഴക്കുകളായി, വീട്ടിൽ വഴക്കായി കഴിഞ്ഞപ്പോൾ അമ്മച്ചി അപ്പച്ചനോട് കൂടിയിട്ട് ആൻസിനെ ഇറക്കി വിട്ടു. അപ്പൊ ഞാൻ ഒരു ദിവസം പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആൻസി എന്നോട് ഒന്നും പറയത്തില്ല. അമ്മയുടെ കുറ്റോ അപ്പന്റെ കുറ്റോ എന്നോട് ഒന്നും പറയാറില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കാരണന്മാർ ഇങ്ങനെ ഇടപെട്ടു, നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ, നിങ്ങൾ ഇനി ഇവിടെ കിടക്കണ്ട, എനിക്ക് ഇനി ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ കയറാം, എന്റെ കൊച്ചിനും എനിക്കും കയറാം, ആൻസിക്ക് കയറാൻ പാടില്ല. ആൻസിക്ക് മുറ്റത്തിന്റെ പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയാമെന്നും പറഞ്ഞത് ആൻസി എന്റെ മൂത്ത ചേട്ടന്റെ വീട്ടിലേക്ക് ചെന്നു. മൂത്ത ചേട്ടന്റെ വീട്ടിൽ ചെന്ന് പറയാം, അപ്പൊ ഇതിനൊരു തീരുമാനം ആവൂലെന്ന് ഇവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത ചേട്ടൻ ഇവരും പറഞ്ഞു, അങ്ങനെയാണോ, അപ്പോ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, അവനോട് ചോദിച്ചിട്ട് പറയാം, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം അവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ടായിരുന്നു, നൈറ്റ് കട നടത്തുന്നുണ്ടായിരുന്നു. നൈറ്റ് കച്ചവടം കഴിഞ്ഞിട്ടാണ് ഞാൻ പണിക്ക് പോകുന്നത്. കാരണം ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു വീട് വേണം, ഒരു വീട് വെക്കണം, അതിനു വേണ്ടി പൈസ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പണികൾക്കൊക്കെ ഞാൻ പോവായിരുന്നു. എന്റെ നൈറ്റ് വന്നിട്ട് ഞാൻ നൈറ്റ് കട ചെയ്യുമായിരുന്നു. അപ്പൊ എന്നോട് അൻസിയോട് ചേട്ടൻ പറഞ്ഞു, ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തെന്ന് അറിയാവോ, എന്നെ വിളിക്കാൻ വേണ്ടി പോരാനുള്ളതിന് ഞാൻ അപ്പോഴത്തേക്കും ഈ വൈകുന്നേരം ആയ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അമ്മ വന്നു പറഞ്ഞു, നിന്റെ പെണ്ണുപിള്ളേനെ
ഒന്നും കാണാനില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എവിടെ പോയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ തന്നെ ഓരോരുത്തരെയും അന്വേഷിച്ചു ആൻസി എവിടെ പോയി കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ചേട്ടന്റെ വീട്ടിലേക്ക് പോണെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ അവിടെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ചേട്ടന്റെ അടുത്തേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചേച്ചി ഇറങ്ങി വന്നു. എന്നാടാ എന്നെ വിശേഷം എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ആൻസി വന്നായിരുന്നു ചോദിച്ചു പറഞ്ഞ എന്റെ ചേച്ചി പറയും ആൻസി ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല, ആൻസി എവിടെ പോയടാ, നീ ആൻസിന് എന്നടാ ചെയ്തേ, അങ്ങനെ ഒരു രീതി, ഒരു പേടിപ്പെടുത്തുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു ആൻസി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആൻസി ഇവിടെ ഉണ്ടെങ്കിൽ വിളിക്കും, ഞങ്ങൾ പോട്ടെ, കൊച്ചിന്റെ അടുത്ത് ആളില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ ആൻസി വന്നിട്ടില്ല, അങ്ങനെ അറിയത്തില്ല, നീ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ തിരിച്ച് കടയിലേക്ക് പോന്നു, കടയടച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ കൊച്ചിക്ക് തന്നെ ഉള്ളൂ. ആകെ കൊച്ചിക്ക് ഭയങ്കര കരച്ചിലും വിഷമം ബുദ്ധിമുട്ടും. അങ്ങനെ ആൻസി എവിടെ പോയി എന്ന് അറിയാതെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പൊ അവിടുത്തെ ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, ചേട്ടൻ ചെന്നിട്ട് എന്ന് ചോദിച്ചാല് ഇവരുടെ സ്വന്തക്കാരോടും, ഇവരുടെ സ്വന്തക്കാരെന്നൊക്കെ പറഞ്ഞ പാർട്ടി ലെവലിൽ നല്ല സ്വാധീനമുള്ളവരാണ് ഇവരുടെ ആൾക്കാരുണ്ടായാലും, അവരോടും എല്ലാം പറഞ്ഞ് പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പാർട്ടിക്കാരെ MLA അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നേക്കുവാണ്. കാരണം വെച്ചാൽ ഞങ്ങളെ ബന്ധം പിരിക്കാനാണ് ചേട്ടനൊക്കെ നോക്കിയത്. കാരണം ചേട്ടനും അപ്പനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ ബന്ധം പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും എന്നെയും വിളിച്ചു, ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു പാർട്ടി ഓഫീസ് ഉണ്ട് അവിടെ. ആ പാർട്ടി ഓഫീസിന്റെ അകത്ത് ആൻസിനെ കൊണ്ട് നിർത്തിയേക്ക് വന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ കണ്ടതോടുകൂടി ആൻസി പൊട്ടി കരഞ്ഞുപോയി. അപ്പൊ ഞാൻ അവർക്ക് അതായത് പഞ്ചായത്ത് വെക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ആൻസി എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആൻസി എന്നോട് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടാ, അതായത് ചേച്ചി അവർക്കൊരു അരപ്പറയൊക്കെ ഉണ്ട്, അവരത് നെല്ലിടുന്ന ഒരു റൂമൊക്കെ ഉണ്ട്, ആ റൂമിൽ കയറ്റി വാലടച്ചിരുന്നു. കാരണം ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞാല് ഞാൻ വന്ന് കണ്ടു കഴിഞ്ഞാല് നിന്നെ തല്ലും, അത് കാരണം നീ ഇവിടെ കയറി ഇരുന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി ഇട്ടുണ്ട്. വാല് തുറന്നില്ല ചേട്ടൻ വന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, ആ മുറി കിടന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്നും കേട്ടില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ആ സന്ദർഭത്തിൽ ഞാൻ പറയുമ്പോൾ ഞാൻ അവരാരും കേട്ടല്ലല്ലോ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ എന്റെ ചേട്ടനോടോ ചേട്ടന്മാരോടോ അല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ, ദൈവം അല്ലേ എനിക്ക് നിന്നെ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ വിളിച്ചിട്ട് പോവുകയും ചെയ്തു. അന്ന് മുതൽ ഞങ്ങൾ വേറെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വേറെ താമസിച്ചു, ഞങ്ങൾ കൃഷികൾ ചെയ്തു. അങ്ങനെ ദൈവം ഞങ്ങൾ ചെയ്ത കൃഷികളെല്ലാം ഭയങ്കര അനുഗ്രഹമായി പോയി. കാരണം വെച്ചാൽ ഞാനൊരു ഏത്തവാഴ നട്ടാലും അതായത് 100 കിലോ 100-150 കിലോ കൊല വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. കിൻഡൽ വാഴ എന്ന് പറയുന്നത് സാധാ ഏത്തവാഴയല്ല, കിൻഡൽ വാഴ. അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി കൊണ്ടുവന്നാൽ ഞാൻ അതായത് അതൊരു ഇഞ്ചി നട്ടാലും കപ്പ നട്ടാലും ചേമ്പ് നട്ടാലും അങ്ങനെ കൃഷിപ്പണി ചെയ്ത് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് പൈസയാകാൻ തുടങ്ങി. അങ്ങനെ പൈസ ആവാൻ തുടങ്ങിയ സമയത്ത് ആൻസി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. ഞങ്ങൾ വീട്ടിലിങ്ങനെ അതായത് കാശില്ലാതെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടിന്ന് ഷീറ്റ് വാങ്ങിച്ചു കൊണ്ടൊന്ന് മേഞ്ഞിട്ട് ബാക്കി പ്ലാസ്റ്റിക് കൂടി മറിച്ച് കെട്ടി ഞങ്ങൾ അങ്ങനെ കിടന്നു. അങ്ങനെ ഞങ്ങൾ 10-14 മാസക്കാലം ഞങ്ങൾ അവിടെ കിടന്നു. ആൻസി ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു മുറി വീട് വേണം, ദൈവമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടിയ അതായത് ഞാൻ കൃഷിയെല്ലാം എടുത്ത് വിൽക്ക് കഴിഞ്ഞപ്പോ ആ പൈസ ഒന്നും അപ്പനെ കൊടുക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിൽ ആവശ്യത്തിന് കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജൗളിക്കട എടുത്തു. അതായത് ഞങ്ങളൊരു ജൗളിക്കട തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നിച്ചപ്പോൾ ഒരു പാത്രക്കട നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു അതായത് ചായക്കട ബേക്കറി ആയിട്ട് നടത്തി. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അതായത് നമ്മുടെ രാജകുമാരി ഒരു യൂണിയൻ ബാങ്ക് ഉണ്ട്, ആ യൂണിയൻ ബാങ്കിൽ നിന്ന് ഒരു പേപ്പർ കൊണ്ടുവന്ന് വീടിന്റെ ഭിത്തിയിൽ ഒട്ടിച്ചു. ഞാൻ ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അതായത് നിന്റെ അപ്പൻ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അപ്പത്തിന് ചെന്ന കാലത്ത് എടുത്തതാണ്. കാരണം ഈ ലോൺ എടുത്തിട്ട് 10-20 വർഷമായി ഇതുവരെ ഒരു രൂപ പോലും അടച്ചിട്ടില്ല. അപ്പച്ചന് അന്ന് 25,000 രൂപ ലോൺ എടുത്ത അന്ന് ആ കാലഘട്ടത്തിലാണ് ഒരു യൂണിയൻ ബാങ്ക് അവിടെ വരുന്നത്. അന്നേരം ആ നാട്ടിലുള്ള മിക്ക ആൾക്കാരും എടുത്തു കുറെ പേര് അടച്ചു, കുറെ പേര് അടയ്ക്കാത്തവരുണ്ട്. അടയ്ക്കാത്തവരുടെ വീടുകളൊക്കെയാണ് അതായത് ആമീൻ എന്ന് പറഞ്ഞ അതാണ് തോന്നുന്നു, ആമീൻ എന്ന് പറഞ്ഞാൽ തോന്നുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ മനസ്സിൽ ദൈവം ഇടപെട്ടു. കാരണം അപ്പനുണ്ടാക്കിയ സ്ഥലമാണല്ലോ, ആ സ്ഥലം പോവുമല്ലോ എന്നുള്ള കണക്കൂട്ടിൽ മനസ്സിന് ഭയങ്കര വേദനയായി. അപ്പച്ചൻ എന്താന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ഇങ്ങനെ ഒരേ ചേട്ടന്മാരുടെ അടുത്ത് നിന്ന് ഞാൻ ചെന്ന് ചോദിച്ചു. ചേട്ടന്മാർക്കൊക്കെ അന്ന് ഒരുമാതിരി നല്ല സാമ്പത്തികമുള്ള സമയമായിരുന്നു. ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു ആ സ്ഥലം ബാങ്കിൽ നിന്ന് പൊക്കോട്ടെ, എന്തിനെടുത്തതാണ്, എപ്പോ എടുത്തതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പച്ചന് ഭയങ്കര ഒരു വിഷമമായി.
എന്തായാലും ഞാനൊരു കാര്യം ചെയ്തു. എന്തായാലും ഞാൻ ആ അപ്പച്ചനോട് പറഞ്ഞില്ല. എന്തായാലും ഞാൻ അന്ന് ആ വർഷത്തെ എന്റെ ആദായങ്ങൾ, അതായത് എന്റെ കൃഷികൾ, അതായത് ഇഞ്ചി, തേങ്ങ, ഇഞ്ചി, ചേന, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിറ്റ് കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ് കാശ് കിട്ടി. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം 48,000 ചില്ലുവാൻ രൂപ അടയ്ക്കേണ്ട വന്നു. കാരണം 25,000 രൂപയാണ് എടുത്തത്. എന്തായാലും ഞാൻ എന്റെ ആദായങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു 5,000 രൂപയുടെ കുറവ് വന്നു. ഞാൻ എന്നിട്ട് അത് 5 രൂപ പലിശയ്ക്ക് ഞാൻ ആ പൈസ എടുത്തു. അങ്ങനെ ആ ലോണെല്ലാം ഞാൻ അടച്ചു. അടച്ചു തീർന്നപ്പോൾ തന്നെ ചേട്ടന്മാർ വന്നു. അതായത് ഈ ഈ വീതം വെക്കണം, സ്ഥലം ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു വന്നു. പക്ഷെ അവരെയൊന്നും ബാങ്കിൽ അടയ്ക്കാനൊന്നും അവർ തന്നില്ലായിരുന്നു. അന്നേരം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ ബാങ്കിലെ കടം തീർത്തത് ബാബു ആണല്ലോ, അപ്പം ബാബുവിന് ആ കാശ് നിങ്ങൾ വീതം വെച്ച് കൊടുക്ക്, എന്നിട്ട് ആദായം ചെയ്യുന്നല്ലേ നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും 5 പൈസ പോലും അന്ന് അപ്പച്ചന് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് വഴക്കായി അവിടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അപ്പച്ചന്റെ ആ വിഷമം കണ്ട് ഞാനൊന്നും മിണ്ടാ പോയില്ല. അന്നേരം അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ ചേട്ടന്മാർക്കൊക്കെ ഞാൻ വീതം കൊടുക്കുവാണ്, ബാക്കിയുള്ള സ്ഥലം മോന്റെ പേരിലേക്ക് അപ്പച്ചന്റെ അമ്മയുടെ സ്ഥലം കൂടെ കൂടി എന്റെ പേരിലേക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാനൊന്ന് അളക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ പണിക്ക് പോയി. അപ്പൊ അവരങ്ങനെ അളന്ന്, അതായത് പെരയോട് ചേർന്ന് മൂത്ത ചേട്ടന് കൊടുത്തു. അതിന്റെ അപ്പുറത്തേക്ക് രണ്ടാമത്തെ ചേട്ടന് കൊടുത്തു. അതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും അപ്പുറത്ത് എനിക്കും തന്നു. അങ്ങനെയാണ് ആ സ്ഥലം വീതം വെച്ചിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവര് അത് വീതൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ അതിൻ്റെ നിന്ന് വരുമാനമൊക്കെ എടുക്കാൻ തുടങ്ങി. അവർ വരുമാനം എടുക്കും മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഞാനായിരുന്നു ആ പറമ്പ് പണിതുകൊണ്ടിരുന്നത്. അപ്പം നല്ല വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള വരുമാനം നഷ്ടപ്പെട്ടു പോയി എന്നല്ലാണ്ട് അവര് ഒരു പണിയും ചെയ്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ സമയത്ത് അവര് ആ സ്ഥലം വിൽക്കാൻ തുടങ്ങി. വേറെ ആളെ വിളിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം എന്റെ മനസ്സിൽ എനിക്ക് തോന്നി, അയ്യോ, അങ്ങനെയാണ് ഈ സ്ഥലം നമുക്ക് മേടിക്കാമല്ലോ. പക്ഷെ അതെല്ലാം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അന്നെന്നൊക്കെ പറഞ്ഞാൽ 50,000 രൂപ ഉണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്തൊക്കെ നമുക്ക് സുഖമടിച്ച് ഒരു 50 സെന്റ് ഒരേക്കർ സ്ഥലം മേടിക്കായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ചേട്ടന്റെ സ്ഥലം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞു, നിനക്ക് തരില്ല എന്ന് പറഞ്ഞു. അത് വേറെ ആൾക്കാർക്ക് കൊടുക്കുവാന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്നോടുള്ള ശത്രുത വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ അനുസരണ ഇല്ലാതെ പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതിന്റെ ഒരു പക്വത വെച്ചാണ്. അന്നേരം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം വേറെ സ്ഥലം നോക്കാൻ പറഞ്ഞോട് ഞാൻ പറഞ്ഞു, ഇതെന്റെ അപ്പങ്ങളുടെ സ്ഥലമാണ്, ഇതെന്റെ ചേട്ടന്റെ സ്ഥലമാണ്, ഇവിടെ വേറെ ആരും കയറാൻ പറ്റത്തില്ല. ചേട്ടൻ ആർക്ക് വിറ്റാലും നിങ്ങൾ കൊടുക്കണേക്കാൾ 1000 രൂപ കൂട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അവിടെ ആ നാട്ടിലുള്ളവരോടും അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം കൊടുക്കുവാണെങ്കിൽ നിന്റെ കൂടപ്പിറപ്പിന് തന്നെ നീ സ്ഥലം കൊടുക്ക്. അങ്ങനെ പറയാൻ ഇട വന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു കർക്കിടക മാസമായി കഴിഞ്ഞ ഒരു സാമ്പത്തികം ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ ഈ സ്ഥലം കൊടുക്കാൻ പോവാണ്, വേണമെങ്കിൽ ഇപ്പൊ മേടിച്ചോളണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ വേറെ ആളെ നിനക്ക് വേണ്ടി ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കും, വേറെ ആളെ കൊണ്ടുവരുമ്പോൾ നീ കയറിയിട്ട് അത് വേറെ ഒന്നും പറയാൻ ഇടവരരുത്, ആ സ്ഥലം അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം സഹായിച്ച് എന്റെ കാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലം അങ്ങനെ 2 ചേട്ടന്മാരുടെ വീതം വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ 2 ചേട്ടന്മാരുടെ സ്ഥലം വീതം മേടിച്ച് അപ്പന്റെ അമ്മയുടെ സ്ഥലം എന്റെ പേരിലേക്ക് എഴുതി തന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പച്ചനും അമ്മയും സ്ഥലം എഴുതി തന്നു കഴിഞ്ഞപ്പോൾ മേലാതായാലും അപ്പനും അമ്മയ്ക്കും അങ്ങനെയായിരുന്നു എഴുതിയായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അപ്പച്ചനും അമ്മയും ഈ സ്ഥലം എനിക്ക് എഴുതി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കാലക്രമേണ ചേട്ടന്മാരുടെ അടുത്തേക്ക് അപ്പച്ചനും അമ്മയും ചെല്ലാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം അതായത് ഇളയ മോനല്ലേ കൊടുത്തത്, അനുസരണം ഇല്ലാത്ത മോനല്ലേ കൊടുത്തത്, നിങ്ങൾ അത് കാരണം എന്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയാനൊക്കെ ഇടയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അപ്പച്ചനും അമ്മച്ചിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് അപ്പച്ചനും അമ്മയും പറഞ്ഞു, എന്റെ സ്ഥലം തിരിച്ചെഴുതി തന്നെ, തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എഴുതി തരാം അപ്പച്ച, ഒരു കുഴപ്പമില്ല, എനിക്ക് അപ്പച്ചന്റെ അമ്മയുടെ സ്ഥലം എനിക്ക് വേണമെന്നില്ല. കാരണം ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഒരു ആദായം പോലും എടുത്തിട്ടില്ല. കാരണം അവർ മേലാദായം, എന്റെ സ്ഥലത്തിന്റെ ആദായം പോലും ഞാൻ എടുത്തിട്ടില്ല. മേലാദായം മേലാദായം കാരണന്മാർക്ക് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അപ്പൊ എനിക്ക് ആദായം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനൊന്നും പറഞ്ഞു, അപ്പച്ച ഞാനൊന്ന് അപ്പച്ചനെ എഴുതി തരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം അതായത് അപ്പച്ചനെ എനിക്ക് എഴുതി തന്ന സ്ഥലം തിരിച്ചെഴുതി കൊടുക്കാൻ സാധിക്കാതെ വന്നുപോയി. അങ്ങനെ ഒരു സമയത്താണ് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ഈ അപ്പച്ചന് ഈ സ്ഥലം കൊടുക്കുവാനായിട്ട് എന്താ മാർഗം, എഴുതാനും പറ്റുന്നില്ലോ, കാരണം എഴുതി കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം കച്ചവടമായി കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. അതായത് എന്റെ വീതവും ചേട്ടന്മാരുടെ രണ്ട് വീതവും, അങ്ങനെ 3 വിധത്തിന്റെ കാശ് ഞാൻ എടുത്തു. പോയിട്ട് 2 വിധത്തിന്റെ കാശ് അവർക്ക് തന്നെ കൊടുത്തു. അവർ ആ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നു, നാട്ടിലേക്ക് തന്നെ പോകുന്നു. നാട്ടിലേക്ക് മൂവാറ്റ് വന്നവരൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് ചെറിയ വീടൊക്കെ ഉണ്ടാക്കി അവരോട് താമസിച്ചു. ഞങ്ങൾ അവിടെ കടയും കച്ചവടമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ എന്റെ കടയുടെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്.
ആ അമ്പലത്തിന്റെ ഉത്സവ സമയത്ത് എന്ന് പറഞ്ഞാല് 15 ദിവസത്തെ പ്രോഗ്രാമാണ്, 15 ദിവസത്തെ ഉത്സവമാണ്. ആ 15 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടമാണ്, ഭയങ്കര രാവും പകലും ഒരുപോലെ കച്ചവടം കിട്ടും. അതായത് നല്ല കച്ചവടം കിട്ടുന്ന സമയമാണ് ആ 15 ദിവസം. അങ്ങനെ കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 5-ാമത്തെ ദിവസം, അതായത് ഈ ഉത്സവം തുടങ്ങി 5-ാമത്തെ ദിവസം എന്റെ വീട്ടിൽ ഒരു മനുഷ്യൻ, ഒരു മുഷിഞ്ഞ മനുഷ്യനാണ്. അതായത് ഒത്തിരി പ്രായം ചെന്ന ഒരു മനുഷ്യൻ, അതായത് അദ്ദേഹം അലക്കുകയും കുടിക്കുകയൊന്നും ചെയ്യാതെ മുടിയും താടിയൊക്കെ നീട്ടി, മുടിയൊക്കെ ചട പിടിച്ച് അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ഇച്ചിരി ആഹാരം തരാമോ എന്ന് ചോദിച്ചു. എനിക്ക് വേറെ കടകളിലൊന്നും ആഹാരം തരുന്നില്ല മോനെ, എന്നെ കാണുമ്പോൾ ഓടിച്ചു വിടുക, ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി, വല്ലാത്ത വിഷമം എനിക്ക്. അപ്പം ഞാൻ എന്റെ ചെറുപ്പത്തിലെ എന്റെ ഒരു കഷ്ടങ്ങളെല്ലാം എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ വന്നതോടുകൂടി ആര് ആഹാരം കഴിക്കാൻ വന്നാലും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ വേണ്ട, പൈസ വേണ്ട, കഴിച്ചിട്ട് പൊക്കോളാൻ പറയുമായിരുന്നു. അപ്പൊ ഞാൻ ആഹാരം കൊടുക്കാനായിട്ട്, അപ്പൊ എന്റെ കടയിൽ നിറച്ച് ആൾക്കാർ, അപ്പൊ ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ജൗളിക്കടയിൽ ഷട്ടർ പൊക്കി അദ്ദേഹത്തിന് അവിടെ ഇരുത്തിയായാലും അദ്ദേഹത്തിന് ഞാൻ കപ്പ ഇറച്ചിയും ചോറും കറി എല്ലാം കൊടുത്തു. അദ്ദേഹം കുറച്ച് എല്ലാ സാധനവും കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിടക്കണം എന്ന് തോന്നി. കടത്തിനെ കിടന്ന് ഒരു പൊടിമഴയും മഞ്ഞൊക്കെ ആയ കാരണം ഞാനൊരു കാര്യം ചെയ്തു, എന്നാൽ ഈ വിളിക്കടയുടെ അകത്ത് തന്നെ കിടന്നു കൊള്ളാൻ പറഞ്ഞു. ഞാനൊരു കമ്പിളി എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം ആ കമ്പിളിയൊക്കെ പുതച്ച് കിടന്ന് നേരെ വെളുത്ത് കഴിഞ്ഞപ്പോൾ ഏറ്റില്ലായിരുന്നു. ഞാൻ ചെന്ന് ഷട്ടർ മുറ്റി തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അദ്ദേഹം ഏറ്റത് പറഞ്ഞു, മോനെ ഞാൻ ഒത്തിരി നാളായി മോനെ ഉറങ്ങിയിട്ട്, ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, എനിക്ക് മോനൊരു കാര്യം പറയാനുണ്ട്, മോനത് കേൾക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോനെ നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരല്ല, നിനക്ക് ഇവിടെ ഒന്നുമില്ല, നിനക്ക് സ്വന്തമായിട്ട് നിന്റെ മോനും നിന്റെ ഭാര്യയും നിന്റെ കൊച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കൊന്നും അത്ര ഒരു ഇത് തോന്നിയില്ല. ആൻസിക്കും തോന്നിയില്ല. ആൻസിയും പറഞ്ഞു, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാ, ഇതെല്ലാം ഞങ്ങളുടെയാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ജൗളിക്കടയുണ്ട്, പാത്രക്കടയുണ്ട്, ചായക്കടയുണ്ട്, ബേക്കറി ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ 4 മുറികളിലും ഞങ്ങളുടെ അത് അങ്ങനെ കടകൾ നടത്തി വളരെ സന്തോഷമായിട്ട്. ഒരു മുറി ഞങ്ങൾ പാൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്നു, ഒരു മുറി ഞങ്ങള് മാവേലി സ്റ്റോറിന് കൊടുത്തിരിക്കുന്നു, ഒരു മുറി ഞങ്ങള് ഇങ്ങനെ അരി വലിയ ഗോഡൌൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ സാമ്പത്തികപരമായിട്ട് കഴിയുന്ന സമയത്താണ് ഇദ്ദേഹം വന്ന് പറയണത്, നീ ഒരു കാര്യം ചെയ്തു, നിന്റെ മകനെയും നിന്റെ ഭാര്യനെയും കൂടെ എത്രയും പെട്ടെന്ന് നീ പൊക്കോ, അതാ നിനക്ക് നല്ലത്, ഇവിടെ ഒന്നും നിനക്ക് ചേർന്നല്ല, നീ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ഉത്സവം 5 ദിവസം കഴിഞ്ഞു. ഉത്സവം കഴിഞ്ഞ് പയ്യെ ഒരു 2 മാസമായപ്പോഴത്തേക്ക് എന്റെ കാലിന് ചെറിയൊരു വേദന വന്നു എനിക്ക്. ആ കാലിന് വേദനയായിട്ട് ഞങ്ങള്, അതായത് അവിടെ അടുത്താണ് മധുര മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഇത് നട്ടെല്ല് തുറന്നൊരു ഓപ്പറേഷൻ ചെയ്യണം, അതിന്റെയാണ് ഈ ഞരമ്പ് കയറി തിങ്ങി ഇരിക്കുന്നതാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ഈ ചെറുപ്പത്തിലെ നട്ടെല്ല് തുറന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മനസ്സ് വന്നില്ല. അവിടുന്ന് ഞങ്ങൾ ഒരു കാര്യം ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ എനിക്ക് നിൽക്കാനോ എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്, കിടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ, അതുപോലെ വേദനയാണ്. പക്ഷെ വേദനയ്ക്കുള്ള മരുന്നും ഏതെങ്കിലും ഈ കഴിക്കുമെങ്കിലും പക്ഷെ വേദനയ്ക്ക് ഒരു കുറവും വരുന്നില്ല എനിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു തെങ്ങേന്ന് വീണിട്ട് നട്ടെല്ല് പൊട്ടി പോയി. അദ്ദേഹത്തിന് സാമ്പത്തികമുള്ളവരായ കാരണം അവർ പെട്ടെന്ന് തന്നെ ഈ വൈക്കത്ത് ഇൻഡോ അമേരിക്ക എന്നൊരു ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് നേരെ ആക്കി എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് എൻ്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ട്, അതായത് അവിടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം നിന്റെ അസുഖം മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇൻഡോ അമേരിക്കയിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ആൻസി പറഞ്ഞു അത് ഇത്ര ചെറുപ്പത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ മധുര മെഡിക്കൽ കോളേജിൽ പോയി, അപ്പൊ ഓപ്പറേഷൻ ചെയ്യാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്ക് സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അതായത് അതായത് വെയിറ്റ് ഇട്ടിട്ട്, അതായത് ഒരു കാല് 9 18 കിലോ വെയിറ്റ് കാലിൽ ഇട്ടിട്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഇൻഡോ അമേരിക്കയിൽ ഞങ്ങൾ 1 മാസത്തോളം കാലം കിടന്നു. അങ്ങനെ ആ വെയിറ്റ് ഇട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. എന്റെ ഞരമ്പ് കയറി ചുളുങ്ങിയിരിക്കും, നട്ടലിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഞരമ്പ് പയ്യെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ കാലിന് വേദന നീരൊക്കെ പറ്റും കുറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ, നിങ്ങൾ താമസിക്കുന്ന 15 മേഖലയിലല്ലേ, അവിടെ ഭയങ്കര തണുപ്പല്ലേ, അപ്പൊ നിങ്ങളിപ്പോ ഇനിയിപ്പോ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയി അങ്ങോട്ട് പോകുമ്പോൾ അത് നീർക്കെട്ട് കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് കാരണം അവിടെ നിന്ന് മാറി നിങ്ങൾക്ക് നാട്ടിൽ എവിടെയെങ്കിലും താമസിക്കാവോ എന്ന് ചോദിച്ചു. ദൈവമക്കളെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ സ്തോത്രം, അങ്ങനെ ഇരിക്കുമ്പോൾ ചാടി പറഞ്ഞു, അതായത് ഓപ്പറേഷൻ വരെ നോക്കണ്ട, ഈ വെയിറ്റ് ഇടുവാണെങ്കിൽ മാറുവാണെങ്കിൽ
ഞങ്ങൾ നാട്ടിൽ നോക്കിക്കോളാം, നാട്ടിൽ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് അന്നേരം അപ്പച്ചനും അമ്മച്ചി ഇവിടെ താമസിക്കുന്നുണ്ട്, നമ്മുടെ ഈ മൂവാറ്റൂർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചന്റെ അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങള് ഒരു മാസത്തെ കാലം അപ്പച്ചന്റെ അമ്മയുടെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ ആരംഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചിയുടെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം വന്നു. അപ്പൊ അങ്ങനെ അമ്മച്ചി ഒരു കുശുമ്പ് കുത്താൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ ഇവിടെ വാടക വീട് അന്വേഷിച്ചു. പക്ഷെ ഞങ്ങൾക്ക് വാടക വീടൊന്നും കിട്ടിയില്ല, ആരും തരാനില്ലായിരുന്നു, ഒരു വാടക വീടൊന്നും കിട്ടാനില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അപ്പച്ചന്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ആട് വളർത്തലാണ്. ഇവിടെ അപ്പച്ചന് ഒരു അഞ്ചെട്ട് ആടുണ്ട്. ആട് വളർത്തലാണ് അപ്പച്ചന് ഇവിടെ പണി. അപ്പൊ അപ്പച്ചന്റെ മദ്യത്തിന് അളവ് ഇച്ചിരി കുറവുണ്ട്, എങ്കിലും മദ്യം കഴിക്കും, ആടിനെ വളർത്തും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞങ്ങള് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻസിയുടെ തലയിലേക്ക് ഇങ്ങനെ മഴവെള്ളം ശക്തമായിട്ട് രാത്രിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്നെ തപ്പി വിളിച്ചു, ചേട്ടാ അത് എന്റെ തലയിലേക്ക് വെള്ളം ചാടിയില്ലോ, എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് തീപ്പെട്ടി വരച്ച് ലൈറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ തൊട്ടടുത്ത് ആടിനെ കൊണ്ട് കിട്ടിയപ്പോൾ ആട് മൂത്രം ഒഴിച്ചതായിരുന്നു. അപ്പത്തെ ഞാൻ പെട്ടെന്ന് പിടിച്ച് ഏറ്റിട്ട് അപ്പച്ചത് എന്ത് പണിയാ കാണിച്ചത്, തന്നെ ആടിനെ ഞങ്ങൾ കിടന്നോടത്ത് കൊണ്ട് കെട്ടിയേക്കുന്നത്, ഇതിനെ മാറ്റി കെട്ടാൻ പാടാണ്. ഇത് ആട് ആൻസിയുടെ തലയിലേക്ക് മൂത്രം ഒഴിച്ചിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചന്റെ കൂസായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, ആടിനെ പുറത്ത് കയറ്റി നനച്ച് കഴിഞ്ഞാൽ വാദം പിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിറ്റാ 10-22,000 രൂപ കിട്ടും. അങ്ങനെ അത് കാരണം അതുകൊണ്ടാണ് കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കിടക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അനുഭവമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും ദൈവമക്കളെ, ഞങ്ങള് പിറ്റേ ദിവസം തന്നെ എവിടെയെങ്കിലും ഒരു വാടക വീട് കണ്ടെത്തണം എന്നുള്ള ധാരണയിൽ അങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വീട് കണ്ടു. പക്ഷെ ആ വീടിന് വാതിലും ഇല്ല. അങ്ങനെ ആൾക്കാർ അങ്ങനെ വെച്ച് കിട്ടി താമസിക്കാതിട്ടായിരുന്ന വീടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് മാറുകയും ചെയ്യണം, വീട്ടിൽ കിടക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഇല്ല. ഞങ്ങൾ അങ്ങനെ ആ വീട്ടുകാരിൽ ഞങ്ങൾ വീടെടുത്തോട്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ താൽക്കാലികമായ ഒരു വാതിലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ താമസിച്ചു. പക്ഷെ കക്കൂസ് ഇല്ലാത്തൊരു വീടായിരുന്നു. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയി. കാരണം ഞങ്ങളിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഈ നാട്ടിൽ ഒരേ സ്ഥലം വാങ്ങിച്ചായിരുന്നു. വർഷം 2000 വാങ്ങി. 2001 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വീട് വെക്കാന്നുള്ള കണക്കൂട്ടലിലൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷെ അന്നേരം അവിടെ ഒരു പാലം പാർക്കണമായിരുന്നു, കനാലാണ്. ആ കനാലിന്റെ കൂടി ഒരു പാലം പാർത്തേക്ക് മാത്രമേ വീട്ടിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കാരണം ഞങ്ങളിൽ കുറച്ച് പൈസ ഉണ്ട്. ആ പൈസക്ക് കനാലിന്റെ പാലം പാർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ കാശൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങനെ പയ്യെ, അതുകൊണ്ടാണ് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയത്. ആ വാടക വീട്ടിൽ കിടന്ന് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു പോയി. കാരണം ഞങ്ങൾ അങ്ങനെ ബാത്റൂമിലൊക്കെ പോകാനില്ലാണ്ട് ഞങ്ങൾ പറമ്പിൽ ഒന്ന് ബാത്റൂമിൽ പോണ ഒരു സന്ദർഭമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ആൻസി ഇങ്ങനെ കുഴിയെല്ലാം കഴിഞ്ഞ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മോട്ടോർ മുറി ഉണ്ട്. ആ മോട്ടോർ മുറിക്ക് അകത്ത് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ആ ബാത്റൂം കാണാൻ ഇടയായി. അപ്പം ആൻസി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ കണ്ടു. അന്നേരം ഞങ്ങൾ അന്വേഷിച്ചു, ഇത് ആരുടെയാണ്, ഈ മോട്ടോർ മുറി ആരുടെയാണ്, ഈ ബാത്റൂം ആരുടെയാണ്, ചോദിച്ചു തരൂ, വാടക തരാമെന്നുള്ള കണ്ടിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അത് അമേരിക്കയിലുള്ള ഒരു മനുഷ്യന്റെയാണ്. അവിടെ ജാതിത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പം ആ ജാതിത്തോട്ടം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഇന്ന ആളുടെ നമ്പർ തന്നു. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പം ദൈവം ഞങ്ങൾക്ക് അവിടെ ഇടപെട്ടു. ദൈവം ഞങ്ങൾക്ക് ആ ബാത്റൂം തരൂ. ആ ബാത്റൂമിൽ ഞങ്ങൾ അങ്ങനെ കിടക്കൂ. അങ്ങനെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ കിടന്നുകൊണ്ട് ബാത്റൂം വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്തപ്പോൾ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിൽക്കാനായിട്ട് ഏർപ്പാടാക്കിയായിരുന്നു. അതായത് ഞങ്ങൾ നേരത്തെ ഹൈറേഞ്ചിൽ ഉണ്ടായിരുന്ന സ്ഥലം, അത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ കടകളെല്ലാം നിന്നുപോയി. കാരണം ഞങ്ങൾക്ക് നോക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കടയിലുണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം പൂത്ത്, ആ തുണികളെല്ലാം പൂത്ത്, അങ്ങനെ ആർക്കും വേണ്ടാതെ വന്നു. അങ്ങനെ ഞങ്ങൾ ആ തുണികളൊക്കെ ഓരോരുത്തർക്ക് വാരി കൊടുക്കാനായിട്ട്, അതായത് പൈസക്കില്ലാതെ ചുമ്മാ കൊടുത്തു. അങ്ങനെ എല്ലാ സാധനങ്ങളും ചെല്ലുമ്പോ അങ്ങനെ ഓരോരുത്തർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം വിൽക്കാന്ന് തീരുമാനിച്ചു. വളരെ നിസ്സാര വിലയ്ക്ക് ഞങ്ങൾ ആ ഭൂമി വിറ്റു. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു കാര്യം വിറ്റു, ആ ഭൂമി കൊണ്ട് വിറ്റു. ഇവിടെ വന്ന് ആ പൈസ കൊണ്ട് ചെറിയൊരു വീടുണ്ടാക്കാന്ന് കണക്കൂട്ടി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് സ്ഥലം മേടിച്ച് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെട്ടുകല്ല് വെട്ടാനായിട്ട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു ഞങ്ങളോട്. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇവിടെ കല്ലില്ല. തൊട്ടടുത്ത് അതായത് താഴെ മുകളിലൊക്കെ വെട്ടി, അവിടെ നിന്ന് ഒരു കല്ലും കിട്ടിയിട്ടില്ല. ഈ പറമ്പിൽ കല്ലില്ല, പിന്നെ എന്തിനാ വെറുതെ വെട്ടുന്നത്, നിങ്ങൾക്ക് കാശ് പോവുള്ളൂ, അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊന്ന് തെളിച്ച് നോക്കിക്കോട്ടെ, ഞങ്ങൾ തെളിച്ച് നോക്കണതിന് കാശൊന്നും തരണ്ട, തെളിച്ച് നോക്കിയിട്ട് കല്ലുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടിയെടുക്കാന്ന് പറഞ്ഞു. എന്തായാലും ദൈവം തമ്പുരാൻ, അതായത് ദൈവമക്കളെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദൈവം ഒരുത്തനെ ഉയർത്തി കഴിഞ്ഞാൽ അത് അളവില്ലാതെ ഉയർത്തും. ദൈവം
അതായത് ദൈവനിശ്ചയമായിരുന്നു ഞങ്ങൾ ഹൈറേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് പോരണമെന്ന്. അന്നൊരു ദൈവദാസനായിരുന്നു ആ പറഞ്ഞത്. വെച്ചാൽ അദ്ദേഹം ഒരു ബൈബിളെല്ലാം എടുത്ത് വായിക്കുമായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് കാര്യമാക്കിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അല്ലായിരുന്നു ഞങ്ങൾ വരേണ്ടത്. ഞങ്ങൾ ഇവിടെ വന്ന് അതായത് ദൈവവേല, അതായത് ദൈവവചനം പറയുവാനും ഞങ്ങളെ സഹായിച്ച് ദൈവത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനുമായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ആ കല്ല് വെട്ടാനായിട്ട് അദ്ദേഹം വന്ന് കല്ല് വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും 2-2.5 വർഷത്തോളം കാലം ആ കല്ല് വെട്ടു. നല്ല ഏറ്റവും നല്ല കല്ല് ഞങ്ങൾക്ക് അതായത് ഒരു ഇന്ന പൈസ ഞങ്ങൾക്ക് കിട്ടി. അതായത് ഒരു കല്ലിന് ഞങ്ങൾക്ക് അതായത് 10 രൂപ ഞങ്ങൾക്ക് തരും, അവര് 20 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു. ആദ്യമേ ഞങ്ങൾ കല്ല് വെട്ടിയപ്പോൾ 8 രൂപയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അത് അങ്ങനെ ആ കല്ല് 1 വർഷം വെട്ടി, 1.5 വർഷം വെട്ടി, 2-2.5 വർഷം വെട്ടി കഴിഞ്ഞപ്പം അതായത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടി. അതായത് ഞങ്ങൾക്ക് നല്ലൊരു ശതമാനം പൈസ കിട്ടി. ആ പൈസയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വേറെ കുറച്ച് സ്ഥലം മേടിച്ചു, നല്ലൊരു വീട് പണിതു. അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഹൈറേഞ്ചിൽ സ്ഥലം നിസാര വിലയ്ക്ക് ഞങ്ങൾ അത് വിറ്റ് കളഞ്ഞു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് അതായത് ചുമ്മാ കൊടുത്തിട്ട് പോകുന്ന രീതിയിൽ കൊടുത്തിട്ട് പോകുന്നെങ്കിലും ഇവിടെ അവിടുത്തെ നഷ്ടത്തിന്റെ ഇരട്ടി ഞങ്ങൾക്ക് ദൈവം ഇവിടെ വെട്ടുകല്ല് വിറ്റതിന്റെ കാശും കൊണ്ട് ഞങ്ങൾക്ക് തന്നു. അതൊക്കെ ദൈവം തമ്പുരാൻ ഞങ്ങൾ നിലനിർത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതായത് എന്റെ മോൻ അതായത് 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മോൻ പള്ളിയിൽ വരില്ലായിരുന്നു. എന്നാ പള്ളിയിൽ വരാത്തത് ചോദിക്കും, പറയും ഞാൻ പള്ളിയിൽ വരുന്നില്ല പപ്പ പൊക്കുക, അല്ലെങ്കിൽ ഞാൻ പപ്പ പോയി കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്നാ പറയും മോൻ പള്ളിയിലേക്ക് വരണം കേട്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോകും. അതായത് പറഞ്ഞിട്ട് പോകുമ്പോ പള്ളിയിൽ വരത്തില്ല. ഞങ്ങൾ പള്ളിയിൽ ആരാധന എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ പറയും എന്റെ മോൻ ഇവിടെ കാണൂല, അവൻ വേറൊരു ആരാധനയ്ക്ക് പോയിരുന്നു. പിന്നെ അവിടെ വീടിന്റെ അടുത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്ന കാലത്ത് ഒരു കൂട്ടായ്മയിൽ പോവായിരുന്നു. ആ കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മയിൽ ഞങ്ങൾ പോവുമെങ്കിലും ആ കൂട്ടായ്മയിൽ സ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥാനത്തെക്കുറിച്ചോ ദൈവത്തിന്റെ, അതായത് നമ്മുടെ റോമർ ലേഖനം 7-8 വാക്യങ്ങളിൽ നമ്മൾ സ്ഥാനപ്പെട്ട് ദൈവത്തെ, കർത്താവായ ദൈവത്തെ സ്വീകരിക്കണം, ജീവിക്കണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും പറയത്തില്ലായിരുന്നു. ഏത് മതത്തിൽ നിന്നാലും ആ മതത്തിൽ തന്നെ നിൽക്കുക, ഇവിടെ വരുമ്പോൾ വചനം കേൾക്കുക, അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ കുറെ കാലം ഞങ്ങൾ അങ്ങനെ പോയി. ഒരു 10 വർഷക്കാലം ഞങ്ങൾ അങ്ങനെ പോയി. ആ വചനങ്ങളെല്ലാം കേട്ടു. ദേവദാസന്മാർ നല്ല വചനങ്ങൾ പറയും, ആ വചനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ എന്റെ മകൻ അതിനെല്ലാം എതിരായിരുന്നു. എന്റെ മകൻ പറഞ്ഞു ഇവർ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെയല്ല ആരാധിക്കുന്നത് അങ്ങനെയല്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ എന്റെ മകന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭയിൽ പോകണം എന്ന് എന്റെ മകൻ പറയുന്നത്. എന്റെ മകൻ, അതായത് ഞാൻ പറയാൻ കാരണം എന്നെ ചെറുപ്പത്തിലെ ദൈവം 11 വയസ്സുള്ളപ്പോൾ ദൈവം എന്നെ പിടിച്ചു. അതിൽ നിന്നും ഞാൻ കുറെ നാൾ നിന്നു. അതിന്റെ ദൈവവേലയിൽ നിന്നും ഇറങ്ങാതെ പോകുന്നതിന്റെ പേരിൽ എന്റെ മകനെ ദൈവം പിടിച്ചു. അങ്ങനെ മകനെ ഒരു പ്രാവശ്യം മകൻ എന്നോട് പറഞ്ഞു, പപ്പേ സത്യദൈവത്തെ ഇങ്ങനെ ആരാധിക്കണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി എന്റെ മകൻ പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, അപ്പൊ നമുക്ക് അതായത് ഇങ്ങനെ ഒരു സഭയുണ്ട്, ഇവിടെ ഒരു ചർച്ചക്കോട്, അവിടെ പോകണം മോനെ എന്ന് പറഞ്ഞു. എന്റെ മോൻ മുഖാന്തരം ഞാൻ അവിടെ കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ അല്ല ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനങ്ങളെല്ലാം പഠിപ്പിച്ചു. സ്തോത്രം ദൈവമക്കളെ. ഇപ്പം ആഴ്ചയിൽ 2 ദിവസം, അതായത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ഭവനത്തില് ദൈവദാസന്മാരും കടന്നു വന്ന് ബുധനാഴ്ച ഒരു ബൈബിൾ ക്ലാസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവം ഞങ്ങളെ അങ്ങനെ സഹായിച്ചു. ഞങ്ങള് അത് ഇവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കട നടത്തുന്നുണ്ട്. ആ കടയിൽ കടന്നു വന്നവരെ ആയാലും ഞങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ പറയുകയും അതായത് ഞങ്ങൾ മുഖാന്തരം അനേകർ സ്ഥാനപ്പെടുവാനും സത്യദൈവത്തെ കാണിച്ചു കൊടുക്കാനും എല്ലാം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ഞങ്ങളിവിടെ സന്തോഷമായിട്ട് കഴിയുന്നു. ഞാൻ അതായത് പറയുമ്പോൾ വ്യക്തമാവാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇടയ്ക്കും തന്നെ എന്ന് വെച്ചാൽ എനിക്ക് അത് 2 പ്രാവശ്യം എനിക്ക് സ്ട്രോക്ക് വന്ന് തളർന്നു പോകാൻ ഇടയായി. ഞാൻ തളർന്ന് ശരിക്കും കട്ടിലയിൽ കിടന്നുപോയി. കാരണം വെച്ചാല് അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അതായത് എന്റെ പിന്നെ ദൈവം വിടുവിച്ചു എന്നെ. അതായത് പിന്നെ ഒരു വർഷക്കാലം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഞാൻ നേരെയായി. ഇപ്പൊ നല്ല ഉണർവോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി നടത്തുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച, 2 കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു. അതും ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ച് അതും വീണ്ടും കണ്ണ് അങ്ങനെ പ്രാർത്ഥിച്ചു. അതായത് ഞാൻ ഒരു പ്രാവശ്യം കടയിൽ നിന്ന് ഇനി പോന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വണ്ടി ഓടിച്ചെന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ആൻസിയോട് പറഞ്ഞു, ആൻസി ഇതെന്താ ഇത്ര സമയമായോ, ഇത്ര രാത്രിയായോ, എന്റെ കണ്ണിന് ഇരുട്ട് വരുന്നുണ്ടോ, ഇതെന്താ ഇന്ന് ഇത്ര രാത്രിയായി പോയത്, ഇതെന്താ എന്തെങ്കിലും ഇത്ര ഇരുട്ട് വന്നെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം ആൻസി പറഞ്ഞു ഇല്ലല്ലോ, ഒത്തിരി അത്യാവശ്യം കണ്ണ് കാണാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കണ്ണ് കാണത്തില്ലായിരുന്നു. പക്ഷെ ആൻസി എന്നോട് പറഞ്ഞു നല്ല വെട്ടമുണ്ടല്ലോ, എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച പോയതായിരുന്നു. എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് വീട്ടിൽ വരാൻ പറ്റിയില്ല. വണ്ടി ഇടയ്ക്ക് നിർത്തിയിട്ട് എന്നെ വേറെ വണ്ടിക്ക് വിളിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം
അതായത് വീട്ടിൽ വന്നിരുന്നപ്പോ അപ്പം ഞങ്ങൾക്ക് അതായത് ഈ സ്റ്റോക്ക് വന്ന ആ ഡോക്ടർ ഞങ്ങൾ നല്ല ഒരു ബന്ധമായിട്ടിരിക്കുന്ന ആ ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ രാത്രിയായാലും സന്ധ്യയായാലും നോക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് വരുക, ഇവിടെ വന്നിട്ട് അതായത് MRI ചെയ്യുക, MRI ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, വേഗം വരാൻ പറഞ്ഞു. ഞങ്ങൾ കടന്നു ചെന്ന് MRI ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അതായത് തലയിലെ പുറവശത്തേക്ക് ഞരമ്പിന്, അതായത് കണ്ണിലേക്ക് പോണ ഞരമ്പ് ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആ ബ്ലോക്ക് അരിപ്പിച്ച് മാറ്റി കറക്റ്റ് ചികിത്സ കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവം കാഴ്ച തന്നു. പിന്നെ സ്റ്റോക്ക് വന്നു, അങ്ങനെ ഹാർട്ടിൽ സ്റ്റോക്ക് വന്നു. അങ്ങനെ ആ സ്റ്റോക്ക് പിന്നെ ആൻജിയോഗ്രാം ചെയ്ത് അങ്ങനെ അത് സൗഖ്യമാക്കി. അതായത് പിന്നെ പിന്നീട് അതായത് പിന്നെ മെൻസോപാലസി എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് എന്റെ സ്ഥലം തിരിഞ്ഞു പോകുന്ന ഒരു അസുഖം, അതും 2 പ്രാവശ്യം വന്നു. അങ്ങനെ നിരന്തരമായ അസുഖങ്ങളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. പിന്നെ എനിക്ക് ദൈവം അതായത് ഇപ്പോഴും അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവം എനിക്ക് നടത്തി തരുന്നത്. ഇപ്പോഴും ദൈവം എന്നെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, അതായത് എനിക്ക് വർത്താനം പറയുമ്പോൾ മാത്രം ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, കാരണം മറവി ഭയങ്കരമായിട്ടുണ്ട്. പഴയ കാര്യങ്ങളും പറയാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്റെ മുഖത്ത്, അതായത് ഞാൻ സ്റ്റോക്ക് വന്ന് തളർന്ന് ഫിസിയോതെറാപ്പി എന്റെ മുഖത്തൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം എന്റെ മുഖത്തിന് കുരുക്കൾ വന്നായിരുന്നു. അതായത് ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ അങ്ങോട്ട് പറഞ്ഞതാ, അതായത് അത് ഈ അരിമ്പാറ മുഖം നിറച്ചു വന്നായിരുന്നു, 100 കണക്കിന് അരിമ്പാറകൾ വന്നായിരുന്നു. അതും എന്റെ മോനും എന്റെ ആൻസിയും ഒത്തൊരുമിച്ച് എന്റെ പാസ്റ്റർ അടക്കം ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അതും ദൈവം വിടിവിച്ചു. ഇപ്പോ ദൈവം തമ്പുരാൻ എല്ലാ കാര്യത്തിലും, അതായത് എനിക്ക് 2 പ്രാവശ്യം സ്റ്റോക്ക് വന്നു, 2 പ്രാവശ്യം മെൻസോപാലസി വന്നു, ഹാർട്ടിൽ 10-14 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ ഇപ്പോ ഈ നെഞ്ചിന്റെ, അതായത് പമ്പിങ്, അതായത് ഹാർട്ടിന്റെ പമ്പിങ്ങിന് തകരാറ് വന്നായിരുന്നു. അതും തമ്പുരാൻ സഹായിച്ചു. ഞാനൊരു ദിവസം അതായത് 10-18 കൂട്ടം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പത്തിൽ മുതലേ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു. 15 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഷുഗർ അറിഞ്ഞതാണ്. ഇപ്പോൾ ഷുഗർ വെച്ച് നോക്കുമ്പോൾ ഒരു 10-35-40 വർഷത്തോളം 10-35 വർഷത്തോളം ഷുഗർ വന്നിട്ട് ഞാൻ ജീവിക്കുന്നു. ദൈവം തമ്പുരാൻ ഇപ്പോഴും എന്നെ താങ്ങുന്നു. ഒരു കുഴപ്പം കൂടാതെ ദൈവം എന്നെ നടത്തുന്നു. അതുപോലെ തന്നെ പിന്നെ അതായത് എന്റെ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ എപ്പോഴും ഒരേ മാസാമാസം എന്റെ അവയവങ്ങളെല്ലാം ചെക്കപ്പ് ചെയ്യും. ഒരു കുഴപ്പമില്ല. എന്റെ കിഡ്നിക്കോ കണ്ണിനോ കാലിനോ ഒന്നിനും ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് 2 നേരം നല്ല രീതിയിൽ. അതായത് ഒരു സിറിഞ്ചിൽ എന്തോരം ഇൻസുലിൻ എടുക്കാവോ അത്രയും നിറച്ചെടുക്കും. അതുപോലെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഗുളികയും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഷുഗർ കൺട്രോൾ ആക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവം തമ്പുരാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു. ദൈവം എന്നെ ഇപ്പോഴും നടത്തുന്നു. പിന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ദൈവം സഹായിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കടയിലെ തുണികളെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ദിവസങ്ങളിൽ ഒരാളോടെങ്കിലും ദൈവവചനം പറയാനുള്ള ഒരു അവസരം ദൈവം തരുന്നു. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ചർച്ചിലെ എല്ലാവരും ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുതുന്നു. ദേവദാസനായാലും അതുപോലെ അത്ര ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതായത് ഇന്നിപ്പോ ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഞങ്ങൾ ഇന്നൊരു ആരോഗ്യ TV-യിൽ സാക്ഷ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും സാക്ഷ്യം കേൾക്കാനായിട്ട് നിൽക്കുന്നു. പക്ഷെ എനിക്ക് എന്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങളൊന്നും സ്ഫുടമല്ല. കാരണം എനിക്ക് എന്റെ ഈ തലയെല്ലാം തിരിഞ്ഞു പോയതായിരുന്നു, സ്റ്റോക്ക് വന്ന്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ദൈവം തമ്പുരാൻ അങ്ങനെ സഹായിച്ച് അങ്ങനെ നിർത്തുന്നു. ദൈവം ഞങ്ങൾ ചെയ്തു തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് ചെയ്തു തന്നിരിക്കുന്നത്. ആ ഒരു ചെറുപ്പത്തിലെ കഷ്ടമുണ്ടെങ്കിലും, പക്ഷെ ഞങ്ങൾ ഈ മൂവാറ്റുപുഴയിലേക്ക് ഒന്ന് താമസിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം തമ്പുരാൻ വളരെ അത്ഭുതകരമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും തന്നു. ഞങ്ങൾക്ക് ഒരു ഗാർഡൻ നേഴ്സറി നടത്താനുള്ള ഒരു അവസരം ദൈവം തന്നു. ആയിരക്കണക്കിന് ആൾക്കാരോട് ദൈവവചനം പറയാനുള്ള ഒരു അവസരം തരുന്നു. അതുപോലെ തന്നെ ഞങ്ങള് സ്ഥാനപ്പെടുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ദൈവനാമത്തിൽ പറയാതിരിക്കാൻ മറന്നുപോയതാ. ഞാൻ ഓർത്ത് പറയാണ്. അതായത് ഞാൻ സ്ഥാനപ്പെടാനായിട്ട് എനിക്ക് താമസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ മോൻ സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ സ്ഥാനപ്പെടുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് എന്റെ ശരീരത്തിൽ പച്ചവെള്ളം തൊടാൻ പാടില്ലായിരുന്നു. പച്ചവെള്ളം തൊട്ട് കഴിഞ്ഞാൽ നീർക്കെട്ടുണ്ടായി. ആ നീര് ഉരുണ്ടുകൂടി. പിന്നെ ആശുപത്രിയിൽ പോയി ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ആശുപത്രി കിടന്നാണ് ഞാൻ നീര് മാറ്റുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് അതായത് പച്ചവെള്ളം എന്റെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല. ഇപ്പം മഴ പെയ്യുമ്പോൾ നടന്നുപോയി ഞാൻ പോകില്ലായിരുന്നു. നടന്നുപോയി വെള്ളം തെറിച്ചാലും എനിക്ക് നീർക്കെട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ
പച്ചവെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ സഭയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ഥാനക്കുളത്തിൽ വെള്ളം നമുക്ക് ചൂടാക്കാം, അല്ലെങ്കിൽ സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം മേത്ത് കോരി ഒഴിച്ചാൽ മതി. എന്തായാലും അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് സ്ഥാനപ്പെടണം എന്നൊരു മുച്ചലാത്തൊരു ആഗ്രഹം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടില്ല, സ്ഥാനപ്പെടണം, കർത്താവിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ സ്ഥാനപ്പെടാൻ പറ്റും. അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു, പെരുത്ത മഴയായിരുന്നു. ആ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല തണുപ്പായിരുന്നു. ആദ്യം അപ്പം സഭയിൽ പാസ്റ്റർ തീരുമാനിച്ചു, ആദ്യം നമുക്ക് ആൻസിയെ സ്ഥാനപ്പെടുത്താം, അത് കഴിഞ്ഞ് വാഗസഹോദരനെ പെട്ടെന്ന് സ്ഥാനപ്പെടുത്തി എടുക്കാം എന്നുള്ള കണക്കൂട്ടിൽ ആൻസി സ്ഥാനപ്പെടാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആൻസി പറഞ്ഞു, അയ്യോ ഞെട്ടിപ്പോയി, കരഞ്ഞുപോയി, ഭയങ്കര തണുപ്പാണ്, ഈ തണുത്ത വെള്ളത്തിൽ ബാബുച്ചേട്ടൻ ഈ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും, ദൈവമേ ഏക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമല്ലോ അപ്പ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ സ്ഥാനപ്പെടാൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം, ഞാൻ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആൻസി എങ്ങനെയാണോ ചൂടുവെള്ളം തരുന്നത് കുടിക്കാനായിട്ട്, അതേ ഭാഗത്തിന്റെ ചൂടായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ഓർത്തു, അവിടുത്തെ ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ ആരാധനയിലെ ഞങ്ങളുടെ ചർച്ചിലെ ചേട്ടൻ ഞങ്ങളെ നോക്കിയതാന്ന്, വെള്ളം ചൂടാക്കി തന്നാ ഞാൻ ഓർത്തത്. പക്ഷെ ഞാനെല്ലാം സ്ഥാനപ്പെട്ട് കയറി വന്നു കഴിഞ്ഞപ്പം അത് ഞങ്ങൾ രണ്ടുപേരും ഒരു ബാത്റൂമിലേക്കാണ് വിട്ടത് തുണി മാറാനായിട്ട്. അവിടെ ഒരു കലം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വെള്ളമൊന്നും മേത്ത് ഒഴിക്കേണ്ട വന്നില്ല. നല്ല ചൂട് വെള്ളത്തിലാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. പക്ഷെ ഞാൻ അത് എല്ലാവരോടും പറഞ്ഞു, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വെള്ളം ചൂടാക്കി? ഞാൻ ഓർത്തു, ദൈവമേ ഈ തണുപ്പത്ത് ഇത്രയും വെള്ളം ചൂടാക്കിയല്ലോ, എന്തോരം കറണ്ട് ആയി കാണുമല്ലോ, എന്തോരം വിറകായി കാണുന്നൊക്കെ ഞാൻ ഓർത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, ഒരു വെള്ളം ചൂടാക്കിയൊന്നുമില്ല. ആൻസി എന്നോട് പറഞ്ഞു, നല്ല തണുപ്പായിരുന്നു ചേട്ടാ, ദൈവം തമ്പുരാൻ ചേട്ടന് വെള്ളം ചൂടാക്കി തന്നെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അതിനായിട്ട് ദൈവത്തിനോട് ആയിരം നന്ദി പറയുന്നു. ഓ സ്തോത്രം. അങ്ങനെ ഐസ് പോലെ ഇരുന്ന വെള്ളത്തിലാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. അങ്ങനെ സ്ഥാനപ്പെട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. ദൈവനാമത്തിൽ ദൈവവേലയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ദൈവം ഒരുവരേ ഉള്ളൂ. ഈ ലോകത്തെ ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ ദൈവനാമത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒന്നും അസാധ്യമില്ല. ദൈവം നമ്മൾക്ക് എല്ലാം തരും. പിന്നെ കണ്ണിന്റെ കാഴ്ചയിൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം, കണ്ണിന്റെ കാര്യത്തിലാണ്, അതിനൊരു ഇതും തോന്നരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അതായത് എന്റെ കണ്ണിലേക്ക് പോണ ഞരമ്പ് ബ്ലോക്ക് ആയിരുന്നു. അത് മരുന്ന് കൊടുത്ത് അതെല്ലാം റെഡിയാക്കി പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് ആശുപത്രി കിടക്കേണ്ട വന്ന എന്റെ ഷുഗർ പൂർണ്ണമായി ഇറങ്ങിപ്പോയ ഒരു സന്ദർഭം ഉണ്ടായി. ഒരു പ്രാവശ്യം ഞാനപ്പം നമ്മുടെ വീട്ടിലെ ടേപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ പണിക്കാർക്ക് കാശെല്ലാം കൊടുത്ത് ആൻസി കടയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോയി. പക്ഷെ എനിക്ക് ഷുഗർ കുറഞ്ഞു പോയി. അന്നേരം എനിക്ക് എന്റെ കടയും മറ്റുള്ള കാര്യങ്ങളും ഒന്നും എവിടെയാന്ന് പോലും അറിയാൻ കഴിയാതെ ഞാൻ വണ്ടി വിട്ടുപോയി. അന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് വേറൊരാൾ പറഞ്ഞു, നിന്റെ കട എതിന്റെ, നീ എന്താ ഇങ്ങനെ നടക്കണേന്ന് ചോദിച്ചു. അങ്ങനെ കടയിലേക്ക് കയറി വന്നു. തിരിച്ച് ആൻസിനെ കൂടെ വന്ന് എന്റെ ഷുഗർ മൊത്തം ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ ഓർക്കുന്നത്, പിന്നെ ICUവിൽ 3 ദിവസം കിടന്നതാണ്. ICU 3 ദിവസം കിടന്നു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ലൈറ്റെല്ലാം തെളിച്ചിട്ടേക്കണേന്നാണ് പെട്ടെന്ന് ഓർത്ത്. അന്നേരമാണ് ICU എന്ന് അറിഞ്ഞ്. പക്ഷെ എന്റെ ദൈവമക്കളെ, ഞാൻ ബോധമില്ലായ്മ കൊണ്ട് 3 ദിവസം ICU കിടന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ ലോകത്ത് അഗ്നി, നരകങ്ങളും സ്വർഗങ്ങളും എല്ലാം കാണാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാനത് പറയാം. ഞാൻ ആശുപത്രി കിടന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവനെ വിളിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ, ദൈവമേ നമ്മൾ എത്ര പാവിയാന്ന് പറഞ്ഞാൽ നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയണം. നമ്മൾ അത് ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ വചനപ്രകാരം നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. സമ്പത്തില്ലാതെ കഷ്ടപ്പെടുന്നവരായാലും ആ സമ്പത്ത് കടമാണോ, ദൈവം ആ കടത്തിൽ നിന്നും രക്ഷിക്കും. അങ്ങനെ നമ്മൾക്ക് വീടില്ലാത്തവരാണോ, വീട് ദൈവം നമുക്ക് തരും. ആരാധനയില്ലാത്തവരാണോ, ആരാധന നമുക്ക് തരും. പക്ഷെ ഒരേ ഒരു മാർഗമുള്ളൂ, യേശു എന്ന നാമം. യേശുവിനെ മാത്രം ആരാധിക്കണം. യേശുവാണ് നമ്മുടെ ദൈവം. യേശു മാത്രമാണ് നമ്മുടെ ദൈവം. അല്ലാണ്ട് വേറൊരു ദൈവമില്ല. സ്വർഗത്തിൽ ഞാൻ അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കൂറാക്കൂർ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് പറഞ്ഞാൽ അവിടെ കരച്ചിലും ബഹളവും പല്ലുകടിയും പല്ലെല്ലാം ഞെരിക്കുന്ന സൗണ്ട്. അത്
വീട്ടിൽ ഞെട്ടിപ്പോവും. അങ്ങനെ അയ്യോ ഞാൻ ഓർത്തു, ദൈവമേ എന്നെ നീ എങ്ങനെ തള്ളരുതേ, ഞാനിവിടെ കിടക്കാൻ കഴിയില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ അവിടെ നിന്ന് കൊണ്ടുപോയി വേറൊരു ഇട സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കുറെ വെളിച്ചങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വെളിച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ രീതിയും ഭക്തമായ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ദൈവമേ എനിക്കിത് ബുദ്ധിമുട്ടാണ്, ദൈവമേ എന്നെ നേരായ മാർഗത്തിൽ കൂടി നടത്തണമേ എന്ന് പറഞ്ഞാൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കാണുന്ന നമ്മുടെ അതായത് ദൂതന്മാരെല്ലാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് അതിമനോഹരമായ കസാരയില്, ഓ കർത്താവെ ദൈവമേ, ജ്വലിക്കുന്ന അഗ്നിയാല് കർത്താവെ വില്ലോടിന് സാദൃശ്യമായി ആ ദൈവം കർത്താവെ യേശു ക്രിസ്തു ഇതിനെ ഞാൻ കണ്ടു. അതെല്ലാം ദൈവം എന്നെ കാണിച്ചതാന്ന് പിന്നീടാണ് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു 3 ദിവസം അബോധാവസ്ഥയില് ഷുഗർ, അതായത് മെഷീനിലേക്ക് നോക്കുമ്പോൾ ഷുഗർ എന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഈ വീട്ടിൽ തന്നെ കിടന്നങ്ങനെ, അതായത് ആൻസി എന്നോട് പറഞ്ഞു വെച്ചാല് ഞാൻ വീട്ടിൽ കിടന്ന എന്റെ മരച്ചു പോയെന്നാണ് പറഞ്ഞത്. അതായത് ഫീസറിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നു അതുപോലെ ആയി പോയായിരുന്നു. എന്തായാലും അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പല്ലെല്ലാം കടുപ്പിച്ച് പോയായിരുന്നു. പല്ല്, അതായത് ശരീരമെല്ലാം കറുത്തു പോയായിരുന്നു. അങ്ങനെയാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണേ. എങ്കിലും അവര് മരിച്ചു എന്നുള്ളൊരു അഭിപ്രായത്തിൽ എന്തായാലും അവരെന്നെ ഐസിയുവിലേക്ക് കയറ്റി. ഐസിയുവിലേക്ക് 3 ദിവസം കിടന്നപ്പോഴാണ് എനിക്ക് ദൈവം പിന്നെ അത് ഞാൻ ഓർക്കുന്നു, എന്നെ ദൈവം എന്നെ പിടിച്ചു കൊണ്ടുപോയെങ്കിലും എന്നെ അല്ലായിരുന്നു അവർക്ക് ആവശ്യം. അപ്പൊ ഞാനത് പറയുന്നത് കേട്ടു. അതായത് ഞാൻ മാറി ചെന്നാണ് അവിടെ എത്രയും പെട്ടെന്ന് എന്നെ താഴത്തേക്ക് എത്രയും പെട്ടെന്ന് എവിടുന്ന് പിടിച്ചോ അങ്ങോട്ട് കൊണ്ടുവിടാനായിട്ടുള്ള ഒരു വർത്തമാനം ഞാൻ കേട്ടു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് എന്റെ ജീവനിലേക്ക് വരുമ്പോഴാണ് എനിക്ക് എന്റെ ഷുഗർ നോർമലായി ബോധം വന്നത്. ദൈവമക്കളെ, അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവം ഇപ്പോഴും ഞങ്ങളെ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ അതായത് എന്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. അതായത് പിള്ളേർക്ക് വയറുവേദന എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വെള്ളം കൊടുക്കും, പഞ്ചസാര പ്രാർത്ഥിച്ചു കൊടുക്കും. അതിൽ ചെന്ന് കഴിക്കുമ്പോൾ അവർക്കത് മാറുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും വരാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ദൈവത്തിന്റെ നാമത്തിലാണ്. ഞാനല്ല ചെയ്യുന്നത്, ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭവനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർ പ്രാർത്ഥിക്കുമ്പോൾ വെച്ചാൽ ഞങ്ങള് അതങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ എന്റെ മകന്റെ വിവാഹപ്രായമായപ്പോ ഞാൻ എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞ് 2 മാസമായി. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ദേവദാസിന്റെ മകളെയാണ് എന്റെ മകളായിട്ട് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു മകളാണ്, മിടുക്കിയാണ്, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും ചെയ്തിട്ട് ജോലിക്ക് പോകും. ബാങ്കിലെ ജോലിയാണ് അതിന്. മോനാണ് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ആണ്. ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ മോനും ജോലിയുണ്ട്. രണ്ടുപേരും ജോലിക്ക് പോകുന്നു. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ. അതുപോലെ തന്നെ ദൈവവേലയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇനിയുള്ള കാലം ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഇനി പൂർണ്ണമായിട്ടും ദൈവവേലയിൽ ഇറങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവവേല ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പിന്നെ ഞാൻ അതായത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ആരോഗ്യ ചാനലിലെ പാസ്റ്റർ ഡാനിയൽ ജോണിനും അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവനാമത്തില് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ മുഖാന്തരം അനേകരെ ദൈവം ആശ്വസിപ്പിക്കുകയും അനേകരെ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യം കേൾക്കും. സാക്ഷ്യം കേട്ട് വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. ദൈവദാസനെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ആമീൻ. കർത്താവിന് മഹത്വം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ബാബു വർഗീസ് ബ്രദറിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം അല്ലെങ്കിൽ ഈ സാക്ഷ്യം ഇതിനു മുൻപ് ചില മാസങ്ങൾക്ക് മുൻപ് പ്രിയ ബാബു ബ്രദറിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ആൻസി ബാബു അരോമ ടി വിയിൽ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ആ സാക്ഷ്യം ഞാവൽപ്പഴം എന്ന പേരിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ധാരാളം ആളുകൾ ആ സാക്ഷ്യം കേട്ടതിനെ തുടർന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി, പ്രിയ സഹോദരിയുടെ ഭർത്താവ് ബാബു ബ്രദറിനെ
അരോമ ടി വിയിൽ വിളിച്ച് സാക്ഷ്യം പറയിപ്പിക്കണം എന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഇതിനോടകം പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രിയ ബാബു തന്നെ അരോമ ടി വിയുടെ പ്രേക്ഷകരുടെ മുൻപിൽ കൊണ്ടുവരുവാനും അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഇങ്ങനെ ഒരു അവസരം ക്രമീകരിച്ചു. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും വ്യക്തമല്ല എന്നൊരു പക്ഷെങ്കിൽ തോന്നിയേക്കാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നാം അദ്ദേഹം കടന്നുപോയതായ ദുരിത ദുഃഖങ്ങളുടെ, ദൈവീയ ഇടപെടലുകളുടെ, രോഗസൗഖ്യത്തിൻ്റെ ഒക്കെ നല്ല ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. തികച്ചും മദ്യപാനിയായിരുന്ന ഒരു പിതാവിൻ്റെ മകൻ അനുഭവിച്ച ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. ബാല്യത്തിൽ തന്നെ കേവലം 10 വയസ്സുള്ളപ്പോൾ മുതൽ അദ്ദേഹം കഠിനാധ്വാനിയായി, അല്ലെങ്കിൽ വിറക് പറക്കി വിറ്റ് ജീവിതം നയിക്കേണ്ടുന്ന, അല്ലെങ്കിൽ സഹോദരങ്ങളെ സഹായിക്കേണ്ടുന്ന, അല്ലെങ്കിൽ തൻ്റെ പിതാവിന് മദ്യപിക്കാൻ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായ ഒരു ബാല്യം, വേണ്ടതുപോലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും കഴിയാതെ ഒരുപാട് തിക്താനുഭവങ്ങളെ അനുഭവിച്ച് കടന്നുപോയ ആ ഒരു ബാല്യം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ തൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് പ്രിയ ബാബു ബ്രദർ എന്ന് പറയുന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സാക്ഷ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ആ സഹോദരിയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതായ ആ ഒരു സാഹചര്യം, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ എല്ലാം നടുവിൽ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തൻ്റെ ഹൃദയവും ജീവിതവും തൻ്റെ ഭവനവും ഒക്കെ ഒരുക്കി കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ അവർക്ക് ഉണ്ടായ ആ മകൻ കർത്താവിന് വേണ്ടി അവൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ, ഹൃദയം കർത്താവിന് കൊടുക്കുവാനിടയായി തീർന്നതുകൊണ്ട് ആ കുടുംബത്തിൽ കർത്താവ് കടന്നു വരികയും ഇന്ന് അവർ കുടുംബമായി എല്ലാവരും തന്നെ ദൈവമക്കളായി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു കുടുംബമായി തീരുവാനും ദൈവം സഹായിച്ചു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ ഈ കുടുംബത്തിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ അവരുടെ സാക്ഷ്യം, അവരുടെ ജീവിതാനുഭവം, അവരിലൂടെ പകരപ്പെടുന്നതായ സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല വാക്കുകൾ അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ ഇതിനോടകം സഹായിച്ചതുപോലെ ഈ സാക്ഷ്യവും അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. വാക്ചാതുര്യത്തിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റുപറച്ചിലാണ് ദൈവം പ്രസാദിക്കുന്നത്. വേണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്കറിയില്ല, വേണ്ടും വണ്ണം സാക്ഷ്യം പറയുവാൻ നമുക്കറിയില്ല, വേണ്ടും വണ്ണം പ്രസംഗിക്കുവാൻ നമുക്കറിയില്ല, വേണ്ടും വണ്ണം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞെന്ന് വരില്ല. എന്നാൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാതൊരു തെറ്റും കൂടാതെ, യാതൊരു കുറവും കൂടാതെ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കാര്യങ്ങളെ ആമേൻ അവതരിപ്പിക്കുന്നത് പോലെ ഈ വാത്സല്യ സഹോദരൻ്റെ സാക്ഷ്യത്തെയും ഓരോ ആത്മാക്കളുടെയും വിടുതലിന് വേണ്ടി അത് കേൾവിക്കാർക്ക് അവരെ ബോധ്യപ്പെടുത്തുവാനും അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാനും മുഖാന്തരമായി തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ഹൃദയങ്ങളെ ആഗ്രഹമാക്കി നാം എല്ലാവരും ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ബാബു ബ്രദർ അരോമ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം 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 കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഹല്ലേലൂയ.
അങ്ങേകൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, സ്തോത്രം. ദൈവമേ ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ദൈവമേ അടിയന് കർത്താവേ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് നന്ദി പറയണു അപ്പാ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, പല ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവേ നീ ഞങ്ങളെ കാത്തുകൊണ്ട് കർത്താവേ ഇപ്പോഴും ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നു അപ്പാ. കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ എന്നെ കേൾക്കുന്ന കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് കാത്ത് അനുഗ്രഹിച്ച് കർത്താവേ അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സഹായിക്കണമേ അപ്പാ. സ്തോത്രം ചെയ്യുന്ന ദൈവമേ. അവിടുന്ന് കർത്താവേ സ്തോത്രം അതുകൊണ്ട് കർത്താവേ ദൈവമേ ഈ TV ചാനലിലെ കർത്താവേ പാസ്റ്റർ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവേ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ ഈ TV മുഖാന്തരം കർത്താവേ ഈ ചാനൽ മുഖാന്തരം കർത്താവേ അനേകരെ രക്ഷയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കർത്താവേ ഹല്ലേലൂയ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ കർത്താവേ ദൈവമേ ഹല്ലേലൂയ. കർത്താവേ അടിയന്റെ ജീവിതങ്ങൾ കർത്താവേ ഹല്ലേലൂയ അടിയന്റെ പ്രശ്നങ്ങളെല്ലാം അങ്ങേ അറിഞ്ഞ കർത്താവേ അടിയനെ കാത്തുകൊണ്ട് നന്ദി പറയുന്നു അപ്പാ. ദൈവമേ അടിയൻ മരിച്ചു മാറ്റപ്പെട്ടു പോകേണ്ട കാലങ്ങൾ കഴിഞ്ഞതാണ് കർത്താവേ. എങ്കിലും ദൈവമേ നീ നിർത്തിയത് കർത്താവേ ഈ ചാനലിലൂടെ കർത്താവേ അടിയന്റെ ആവശ്യങ്ങളെല്ലാം കർത്താവേ അടിയന്റെ അനുഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് പങ്കിട്ട് കർത്താവേ ദൈവമേ ആ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നീ ഒരുക്കിയതിന് നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അതുപോലെ തന്നെ നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു അപ്പാ. സ്തോത്രം. സർവ്വതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവർ കേൾക്കുമാറാകണമേ. ആമേൻ. 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 വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ ബാബു ബ്രദറിനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹവിതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് പ്രിയ ബ്രദറിനെയും കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സൗഖ്യമാരോഗ്യവും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com